ഹായ് ഹലോ, ഞാൻ സിറിയക്. ഇന്നത്തെ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോറെവർ ലിവിംഗ് എന്ന ഈ ഒരു ഗ്രേറ്റ് കമ്പനി നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ഈ ഒരു അവസരത്തെ പറ്റിയാണ്. അതായത് നമ്മുടെ മുമ്പിൽ പലപ്പോഴും പല പല അവസരങ്ങൾ വരാറുണ്ട്. അതായത് ഓരോ ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ മുമ്പിലേക്ക് വരാറുണ്ട്. ഓരോ ഓപ്പർച്യൂണിറ്റീസിനും അതിൻ്റെതായ കഴിവുകൾ ഉണ്ടാകാം, അതേപോലെ തന്നെ അതിൻ്റെതായ ലിമിറ്റേഷൻസും ഉണ്ടാകാം. എന്നാൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു കമ്പനി നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും അത്യാവശ്യമായിട്ട് വേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഹെൽത്ത്, രണ്ട് വെൽത്ത്. അപ്പൊ ഹെൽത്തും വെൽത്തും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന അതിനുള്ള കഴിവുള്ള ഈ ഒരു അവസരത്തിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നു. FE03 Entrepreneurs, where ordinary people become say digital entrepreneurs. ഫോറെവർ ലിവിംഗ് പ്രൊഡക്ട്സ് ഇന്റർനാഷണൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ട കാര്യമാണ്. എന്നാലും ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു. അതേ നമ്മുടെ ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് USA ലാണ്, അരിസോണയിലാണ്. ഇതൊരു 43 വർഷങ്ങളായിട്ടുള്ള ഒരു കമ്പനിയാണ്. 1978 കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ദെൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ ബാന്ദ്ര വെസ്റ്റിലാണ്. നമുക്ക് ഇന്ത്യയിലെ ഹെഡ്ക്വാർട്ടേഴ്സ് കൂടാതെ 18ഓളം ഓഫീസുകൾ ഉണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫ്രാഞ്ചൈസിയോ തേർഡ് പാർട്ടിയോ ഓഫീസുകളല്ല. ഇപ്പൊ നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തന്നെ ഇപ്പൊ ഏകദേശം ഒരു 280 crores വരുന്ന, അതായത് സ്വന്തം ഓൺ ബിൽഡിംഗ് ആണ്. അത് കൂടാതെ തന്നെ ഇവിടെ കാണുന്ന ഈ ഓഫീസുകളെല്ലാം തന്നെ നമ്മുടെ ഡയറക്റ്റ് ഓഫീസുകളാണ്. ഈ കമ്പനി നമ്മുടെ മുമ്പിലേക്ക് എന്താണ് വെക്കുന്നത്? അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഹെൽത്ത്, രണ്ട് വെൽത്ത്. ഇത് രണ്ടും എന്താ പറയാ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവുള്ള ഒരു അവസരമാണ് ഈ കമ്പനി നമുക്ക് തരുന്നത്. അപ്പൊ അതെങ്ങനെയെന്ന് കാണാം. ആദ്യമേ തന്നെ ഞാൻ ഹെൽത്തിനെ കുറിച്ച് പറയാം. എങ്ങനെ നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഹെൽത്ത് ക്രിയേറ്റ് ചെയ്യാം. അവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അവർ പറയുന്ന ഒരു കാര്യമാണ്, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇത്രയും അസുഖങ്ങൾക്ക് വരാൻ രണ്ട് റീസൺ ആണ് മെയിൻ ആയിട്ട്. അതായത് 90% അസുഖങ്ങളുടെയും റീസൺസ് എന്ന് പറഞ്ഞാൽ രണ്ട് കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം ടോക്സിൻ അക്യുമുലേഷൻ, അതായത് നമ്മൾ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റുകളും അതെല്ലാം സിന്തറ്റിക് ആണ്. അതിലൂടെ ഒരുപാട് ടോക്സിൻസ് നമ്മുടെ ബോഡിയിലേക്ക് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു റീസൺ ആണ് ലാക്ക് ഓഫ് ന്യൂട്രീഷൻ. അതായത് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ബോഡിക്ക്, ആരോഗ്യത്തിന് വേണ്ടത് പോഷകങ്ങളാണ്. അതിന്റെ ഒരു ലാക്ക്, അതിന്റെ ഒരു ഡെഫിഷ്യൻസി, ഇത് രണ്ടും കാരണമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും അസുഖങ്ങൾ വരാൻ എന്നാണ് WHO പറയുന്നത്. ശരിയാണ്. നമ്മൾ സിമ്പിൾ ആയിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ പണ്ടത്തെ അതായത് ഗ്രാൻഡ് പാരന്റ്സ്, അവരുടെ കാലഘട്ടത്തില് ഇത്രയും അസുഖങ്ങളില്ല. അതായത് ക്യാൻസർ ഇത്രയും ആളുകൾക്ക് അന്നില്ല. അതുപോലെ കിഡ്നി ഫെയിലിയർ, ദെൻ ലിവർ സിറോസിസ്, ഇങ്ങനെയുള്ള അസുഖങ്ങൾ, ഈ ഒരു അസുഖങ്ങളെല്ലാം ഇത്രയും ആളുകൾക്ക് പണ്ടത്തെ കാലഘട്ടത്തിൽ ഇല്ല. എന്നിട്ട് ആൾക്കാരെ സംബന്ധിച്ച് അവരെല്ലാവരും ഹെൽത്തി ആയിരുന്നു. എന്തുകൊണ്ടാണ്? ഇത്രയും വിഷാംശങ്ങൾ ഉണ്ടായില്ല, നല്ല ഭക്ഷണം കിട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതി ഇതല്ല. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണ്ടത്തെ കാലഘട്ടത്തിൽ പണ്ടത്തെ ആൾക്കാർ ഇതിനെല്ലാം ഒരു ഒരു നാച്ചുറൽ ആയിട്ടുള്ള റെമഡി എന്തായിരുന്നു അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അലോവേര. അതായത് ഹിസ്റ്ററി പരിശോധിച്ചാൽ അവിടെ പലയിടങ്ങളിലും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അലോവേര. മഹാത്മാഗാന്ധി, അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയിൽ പറയുന്ന ഒരു കാര്യമാണ്. അതായത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഫാസ്റ്റിംഗ് ചെയ്യുമായിരുന്നു, ഉപവാസമൊക്കെ എടുക്കുമായിരുന്നു. ആ സമയത്തും അദ്ദേഹത്തിന് വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം അൺഷേക്കബിൾ ഫെയ്ത്ത് ഇൻ ഗോഡ്, അതായത് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം. രണ്ടാമത്തെ ഒരു കാര്യം അദ്ദേഹത്തിന്റെ സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല്. മൂന്നാമത്തെ ഒരു കാര്യം, അത് ശ്രദ്ധിക്കണം, ദ അലോ ഹൂസ് ബെനിഫിറ്റ്സ് ഐ ഡിസ്കവർഡ് അപ്പോൺ മൈ അറൈവൽ ഇൻ സൗത്ത് ആഫ്രിക്ക അറ്റ് ദ എൻഡ് ഓഫ് 19th century. അതായത് 19ാം നൂറ്റാണ്ടിൽ സൗത്ത് ആഫ്രിക്കയിൽ പോയപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട കറ്റാർവാഴ. നമ്മ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അദ്ദേഹം എന്തുകൊണ്ട് ഇന്ത്യയിലത്തെ കറ്റാർവാഴ തന്നെ മെൻഷൻ ചെയ്യുന്നില്ല? വേറൊന്നുമല്ല, കറ്റാർവാഴകൾ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതായത് 400-ലധികം വെറൈറ്റീസ് ഉണ്ട്. അതെല്ലാം നമ്മുടെ ശരീരത്തിന് നല്ലതല്ല.
അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഹിസ്റ്ററി നോക്കിയിട്ടുണ്ടെങ്കിൽ വേറെയും ഒരുപാട് സ്ഥലത്ത് കാണാൻ പറ്റും. കിങ് സോളമൻ അലോവേര ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ചരിത്രം പറയുന്നു. ദെൻ അതുപോലെ തന്നെ ഈജിപ്തിലെ ക്യൂൻസ് അവരുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താന്ന് വെച്ചാൽ അത് കറ്റാർവാഴയാന്ന് പല ഭാഗങ്ങളിലും കാണാൻ സാധിക്കും. ദെൻ അതുപോലെ തന്നെ ഹിസ്റ്ററിയിൽ കാണാവുന്ന ഒരു കാര്യമാണ് അലക്സാണ്ടർ ദി ഗ്രേറ്റ്. അദ്ദേഹം സുക്കട്രോ എന്നൊരു ഐലൻഡ് പിടിച്ചെടുക്കാൻ വേണ്ടി, അതായത് കറ്റാർവാഴ അടങ്ങുന്ന ഒരു ഐലൻഡ് പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു യുദ്ധം വരെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ചരിത്രത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ പല ഇടങ്ങളിലായിട്ടും ഈ ഒരു കറ്റാർവാഴ, അതായത് അലോവേര എന്നൊരു പ്ലാന്റിനെ കാണാൻ പറ്റും. ആക്ച്വലി ഫോറെവർ ലിവിങ് എന്ന കമ്പനി എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഹു ആർ വി? ഫോറെവർ ലിവിങ് എന്ന കമ്പനി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അലോവേര കമ്പനി എന്നാണ് അറിയപ്പെടുന്നത്. വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് അലോവേര ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ദ ഹൈവ്. അതായത് അലോവേരയും അതുപോലെ തന്നെ തേനീച്ചക്കൂടിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകളുടെയും ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ആണ് ഇവര്. ഇവരുടെ ഒരു പ്രത്യേകതയുണ്ട്, വി ആർ വെർട്ടിക്കൽ ഇന്റഗ്രേറ്റഡ്. വെർട്ടിക്കൽ ഇന്റഗ്രേറ്റഡ് കമ്പനിയാണ്. അതായത് എന്താ പറയാ, ഹോൾ പ്രോസസ്സും ഇപ്പൊ ഈ അലോവേരയുടെ പ്ലാന്റേഷൻ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഓൺ പ്ലാന്റേഷൻസ് ആണ്. ദെൻ അതുപോലെ തന്നെ അവിടെ കൃഷി ചെയ്യുന്ന ഫാമേഴ്സ് നമ്മുടെ സ്വന്തം സ്റ്റാഫാണ്. ഇത് മാനുഫാക്ചറിംഗ് ഒക്കെ ചെയ്ത് 169 കൺട്രീസിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും എല്ലാം കമ്പനി തന്നെയാണ്, തേർഡ് പാർട്ടി വരുന്നില്ല. അതാണ് വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട നമ്മുടെ ഏതെങ്കിലും ഒരു ബ്രാൻഡ് നമ്മൾ നിലവിൽ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എവിടെ നിന്നായിരിക്കും മേടിക്കുന്നത്? കടയിൽ പോയിട്ടായിരിക്കും മേടിക്കുന്നത്. കടയിൽ പോയിട്ട് മേടിക്കുമ്പോൾ അതായത് ആ കടക്കാരന് ഒരു കമ്മീഷൻ ഉണ്ട്. ദെൻ ഈ കടയിലേക്ക് എത്തിച്ചത് ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ആയിരിക്കും. സോ അവർക്ക് ഒരു കമ്മീഷൻ ഉണ്ട്. പിന്നെ നാഷണൽ ലെവലിൽ, സ്റ്റേറ്റ് ലെവലിൽ അങ്ങനെ സ്റ്റോക്ക് കീപ്പേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്, അവർക്ക് ഒരു കമ്മീഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ ഒരു ബ്രാൻഡ്, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട കടയിൽ പോയിട്ട് ആ ഒരു ബ്രാൻഡ് ചൂസ് ചെയ്യാൻ കാരണം എന്താ? നമുക്ക് ആ ഒരു ബ്രാൻഡിന് പരിചയമുണ്ട്. അതിനുവേണ്ടി ആ കമ്പനിക്കാർ അതിന്റെ പുറകിൽ ഒരുപാട് ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ടുണ്ട് പരസ്യം. ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു 10 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു 70-80% എവിടെ പോകുന്നു എന്ന് വെച്ചാൽ ഈ തേർഡ് പാർട്ടീസിലേക്കാണ് പോകുന്നത്. എന്നാൽ ഫോറെവറിനെ സംബന്ധിച്ച് ഇവർക്ക് ഗ്ലോബലി 200+ പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഇതെല്ലാം ഓൺ പ്രൊഡക്റ്റ് ആണ്, തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് വരുന്നില്ല. എല്ലാം ഇവര് സ്വന്തമായിട്ട് എന്താ പറയാ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്താണ് നേട്ടം? വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ കിട്ടും. ചുമ്മാ ഗൂഗിളിനകത്തൊക്കെ പോയി സെർച്ച് ചെയ്ത് നോക്കിക്കോ, വേൾഡ്സ് ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്നോ അല്ലെങ്കിൽ വേൾഡിലെ ബെസ്റ്റ് ഹെൽത്ത് പ്രൊഡക്ട്സ് എന്നോ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഫുൾ ഫോറെവർ ആയിരിക്കും വരുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് കിട്ടും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമുക്ക് ഇവിടെ കിട്ടും. അത് ഇത്രയും പ്രീമിയം ക്വാളിറ്റി നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ കമ്പനിക്ക് തരാൻ സാധിക്കും. ഫ്രം പ്ലാന്റ് ടു പ്രൊഡക്റ്റ് ടു യു, പ്ലാന്റിൽ നിന്ന് പ്രൊഡക്റ്റ് ആക്കി നമ്മളിലേക്ക് എത്തിച്ചു തരുന്നത് ഫോറെവർ ലിവിങ് എന്ന കമ്പനിയാണ്. എന്താണ് അലോവേര? ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ട്രെയിനിങ്സ് ഡീറ്റെയിൽഡ് ആയി കിട്ടും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതായത് കറ്റാർവാഴ എല്ലാവർക്കും അറിയാം. അതായത് ഒരു മുൾച്ചെടി, കള്ളിമുൾച്ചെടി പോലെ ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. പല സ്ഥലങ്ങളിലും പല പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ആക്ച്വലി ഇതൊരു ഏകദേശം ഒരു 400+ വെറൈറ്റീസ് ഉണ്ട്. അതിൻ്റെ അകത്തൊരു 4-5 വെറൈറ്റി മാത്രമേ മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളൂ. ദെൻ ഈ പ്ലാന്റ് നമുക്ക് ഈ 4-5 വെറൈറ്റി നമുക്ക് ഇന്റേണലി എടുക്കാം, അതേപോലെ തന്നെ എക്സ്റ്റേണലി യൂസ് ചെയ്യാം. ഇത് നാച്ചുറൽ ആണ്, സേഫ് ആണ്, ഒരു ഹെർബൽ പ്ലാന്റ് ആണ്. 1000 വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് പ്രകൃതിയുടെ സൈലന്റ് ഹീലർ എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ട്? ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ അലോവേരയ്ക്ക്. ഇതൊരു നാച്ചുറൽ ക്ലെൻസർ ആണ്. ദെൻ അതുപോലെ തന്നെ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ആന്റി വൈറൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ദെൻ എന്താ പറയാ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് പോഷകങ്ങൾ, അതായത് ന്യൂട്രീഷണൽ കോമ്പൗണ്ടുകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ദെൻ ഇതിന്റെ ഒരു പ്രത്യേകതയാണ്, ഇതിന്റെ അകത്ത് ലിഗ്നിൻ എന്നൊരു എൻസൈം ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പെനട്രേറ്റ് ചെയ്യും. സോ നമ്മുടെ ബോഡിയിൽ അലോവേര അടങ്ങുന്ന പ്രൊഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടാൻ ഇത് സഹായിക്കും. ദെൻ എന്താ പറയാ, നമ്മുടെ ബോഡിയുടെ യൂണിറ്റ് പാർട്ടാണ് സെൽസ്. ഈ സെൽസിനെ റീജനറേറ്റ് ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ആന്റി ഏജിങ് ആയിട്ട് നിൽക്കാനൊക്കെ സഹായിക്കും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് അലോവേര. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ അലോവേരയും നല്ലതല്ല. എന്തുകൊണ്ട് ലോകത്തിലെ നമ്പർ 1 കമ്പനിയായി മാറി ഫോറെവർ ലിവിങ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി? അതായത് അലോവേര പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ഗ്ലോബലി നോക്കിയിട്ടുണ്ടെങ്കിൽ 1000 സംതിങ് കമ്പനികളുണ്ട്. എന്നാൽ ഒരു വർഷത്തിൽ ഈ എല്ലാ കമ്പനികളും കൂടെ ചെയ്യുന്ന ഈ അലോവേര പ്രൊഡക്റ്റുകളുടെ ഒരു ടേൺ ഓവർ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു 85% ടേൺ ഓവറും ഫോറെവർ ലിവിങ് എന്ന കമ്പനിയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇവർ ഇത്രയും ടോപ്പായി? അതിന് കുറച്ച് റീസൺസ് ഉണ്ട്.
ഒന്നാമത്തെ കാര്യം അവർ ശരിയായിട്ടുള്ള അലോവേരയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരുപാട് അലോവേര ഉണ്ടെങ്കിലും ഇതിന്റെ അകത്ത് അലോ ബാർബഡൻസിസ് മില്ലർ പിക്ചറിൽ കാണാൻ പറ്റും ഒരു യെല്ലോ കളർ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു അലോവേരയാണ്, അതാണ് അവർ യൂസ് ചെയ്യുന്നത്. ദെൻ അത് മാത്രമല്ല ഈ അലോവേര ഇതിന് പറയുന്ന ഗുണങ്ങൾ, അതായത് ഒരു ഹ്യൂമൻ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എന്താ പറയാ ന്യൂട്രീഷ്യൻസും ഇതിന്റെ അകത്ത് അടങ്ങുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് സമയം എടുക്കും. അതായത് അതിന്റെ ഒരു മെച്യൂരിറ്റി പീരീഡ് ഫോറവറിനെ സംബന്ധിച്ച് 2 കൊല്ലം തൊട്ട് 4 കൊല്ലം വരെ മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ്, അതായത് ലീഫാണ് അവർ യൂസ് ചെയ്തുള്ളൂ. ദെൻ അത് മാത്രമല്ല ഇത് പൊല്യൂഷൻ ഇല്ലാത്ത ഏരിയയിലേക്ക് കൾട്ടിവേറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. കാരണം ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ഇത് എവിടെ നിൽക്കുന്നു അത് അന്തരീക്ഷത്തിലുള്ള പൊല്യൂഷൻസ് എല്ലാം വലിച്ചെടുക്കും. അതായത് ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വെള്ളവും വളവും ഇട്ട് കൊടുത്തില്ലെങ്കിലും ഇത് വളരും. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ചെടി ഉണ്ടാവുമല്ലോ, നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട വരത്തില്ല. കാര്യം എന്താ, ഇതിന് അന്തരീക്ഷത്തിലുള്ള മോശത്തൊക്കെ വലിച്ചെടുക്കും. പക്ഷെ അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് ഇത് പൊല്യൂഷനും വലിച്ചെടുക്കും. സോ പൊല്യൂഷൻ ഇല്ലാത്ത ഏരിയയിൽ വേണം കൾട്ടിവേറ്റ് ചെയ്യാൻ. ഫോറവറിനെ സംബന്ധിച്ച് പൊല്യൂഷൻ ഇല്ലാത്ത ഏരിയയിലാണ് ഇവർ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. then അത് മാത്രമല്ല ഇവര് എന്താ പറയാ ആർട്ടിഫിഷ്യൽ ഫ്ലേവറിങ്ങും പിന്നെ കളറിങ്ങും ഒന്നും അവർ ചേർക്കുന്നില്ല. അതായത് ഇപ്പൊ നമ്മുടെ അലോവേര ജ്യൂസ് തന്നെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് 2 ബോട്ടിൽ അലോവേര ജ്യൂസ്, ഇത് നമ്മുടെ അലോവേര ജ്യൂസ് ഇത് നിങ്ങൾ 2 സീസൺ ആയിട്ട് മേടിച്ച് നോക്കിക്കോ. രണ്ടിനും ചെറിയ ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടാവും, ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ ഉണ്ടാവും. കാരണം വേറെ ഒന്നുമല്ല, ഈ അലോവേര ജ്യൂസ് ഒക്കെ ഒരേ കളർ അല്ലെങ്കിൽ ഒരേ ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവർ സിന്തറ്റിക് ആയിട്ട് ഒന്നും അവർ ചേർക്കണില്ല. 100% നാച്ചുറൽ ആണ്. പിന്നെ ഈ ഒരു 3 കാര്യങ്ങൾ കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, അതായത് ഈ അലോവേരയുടെ പൾപ്പ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 6 hours ഒക്കെ ഇരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഡാമേജ് ആവാൻ തുടങ്ങും, അതായത് ഓക്സിഡേഷൻ സംഭവിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ആപ്പിളിന്റെ സ്കിന്നൊക്കെ കളഞ്ഞ് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴും ഈ ആപ്പിളിന്റെ ഈ ഒരു കളറൊക്കെ മാറി ചെറിയൊരു ബ്രൗണിഷ് കളർ ആയിട്ടുണ്ടാവും. അതായത് ഓക്സിഡേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്, അതിന്റെ ന്യൂട്രീഷണൽ വാല്യൂ ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണേ. അലോവേരനെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഫാസ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം എങ്ങനെ ഒരു ബിസിനസ് ആക്കാൻ പറ്റും? പല കമ്പനികളും ഇത് പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷേ സക്സസ്ഫുൾ ആയിരുന്നില്ല. ഇത് ആദ്യമായിട്ട് 1964 നാച്ചുറൽ ആയിട്ട് ഇത് എങ്ങനെ പ്രിസർവ് ചെയ്യാം എന്ന് കണ്ടുപിടിച്ചത്. പിന്നീട് അത് 1978 ഒരു 14 കൊല്ലത്തെ റിസർച്ചിന് ശേഷം ഫോറവർ ലിവിംഗ് എന്ന കമ്പനി ഇത് പേറ്റൻസി ചെയ്തു. എന്നിട്ടാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഇന്ന് ചുമ്മാ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിക്കോ, വേൾഡിലെ ബെസ്റ്റ് അലോവേര ജെൽ അല്ലെങ്കിൽ നമ്പർ 1 അലോവേര കമ്പനി അല്ലെങ്കിൽ ചുമ്മാ അലോവേര കമ്പനി എന്നൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഫോറവർ ലിവിംഗ് എന്ന കമ്പനിയാണ് ലോകത്തിലെ തന്നെ നമ്പർ 1 അലോവേര കമ്പനി. ഇനി ഞാൻ ജസ്റ്റ് 1-2 പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ പറയാം. ആക്ച്വലി ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് പ്രോഗ്രാം, അതായത് പ്രൊഡക്റ്റ് ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഡ്രിങ്ക്സ് കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ്. ഒന്ന് അലോവേര ജെല്ല്, ആക്ച്വലി എന്റെ ഒരു ഫേവറേറ്റ് ആണ്. ദെൻ അലോബെറി നെക്ടാർ ഉണ്ട്, ദെൻ അലോ പീച്ചസ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അലോ ഡ്രിങ്ക്സ് കൂടാതെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ഒക്കെ ഉണ്ട്. ഒരുപാട് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ഉണ്ട്. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സപ്ലിമെന്റ് ഞാൻ ഒരെണ്ണം മാത്രം പറയാം, അത് RG+. RG+ എന്ന് പറയുന്നത് ഇതൊരു എന്താ പറയാ L-arginine സപ്ലിമെന്റ് ആണ്. L-arginine എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡ് ആണ്. സയന്റിസ്റ്റുകളൊക്കെ ഇതിനെ വിളിക്കുന്നത് മിറാക്കിൾ മോളിക്യൂൾ എന്നാണ്. ഇത് ആക്ച്വലി നമ്മുടെ ബോഡി നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ ഒക്കെ ഉണ്ടാവാൻ സഹായിക്കുന്നു. ദെൻ അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് ഒരുപാട് ബെറീസിന്റെ എക്സ്ട്രാക്ട് ഒക്കെ ഉണ്ട്. സോ ഇതൊരു സ്ട്രോങ് ആന്റി ഓക്സിഡന്റ് ആണ്. ദെൻ റെഡ് വൈൻ എക്സ്ട്രാക്ട് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ദെൻ ഇതിനകത്ത് ഗ്രേപ്പ് സ്കിന്നും ദെൻ ബെറി എക്സ്ട്രാക്ട് ഒക്കെ ഉള്ളതുകൊണ്ട് കാർഡിയോ ഹെൽത്തിന് വളരെ നല്ലതാണ്. ദെൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വളരെ നല്ലതാണ്. ഇത് ആക്ച്വലി സാഷെ പാക്ക് ആണ്, നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ സാധിക്കും. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ട പാക്കിന്റെ അത് സാഷെ പാക്ക് ആണ്. ഒരു 10 ഗ്രാം വരുന്ന സാഷെ ആയിരിക്കും. ഇതിനകത്ത് ഒരു 5 ഗ്രാം L-arginine 5 ഗ്രാം കുറെ ബെറീസിന്റെ എക്സ്ട്രാക്റ്റും ആയിരിക്കും. ആക്ച്വലി എന്റെ ഫേവറേറ്റ് ആണ്. ഞാൻ അലോവേര മിക്സ് ചെയ്താണ് കഴിക്കാറുള്ളത്. അലോവേര തന്നെ മിക്സ് ചെയ്ത് കഴിക്കണം എന്നില്ല, നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ജ്യൂസിന്റെ ഒപ്പം മിക്സ് ചെയ്ത് കഴിക്കാം. ഈ RG+നെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വേറെ ഒന്നുമല്ല, 1998 നോബൽ പ്രൈസ് കിട്ടിയ 3 സയന്റിസ്റ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു വ്യക്തിയാണ് ഡോക്ടർ ഫെരീദ് മുറാദ്. ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത് തന്നെ മനുഷ്യ ശരീരത്തിൽ നൈട്രിക് ഓക്സൈഡിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടുള്ള റിസർച്ചിനാണ് ഈ നോബൽ പ്രൈസ് കിട്ടുന്നത്. ആക്ച്വലി ഇദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റ് ആണ് RG+. ഇദ്ദേഹം നമ്മുടെ കമ്പനിയുടെ അഡ്വൈസറി ബോർഡിലുള്ള വ്യക്തിയാണ്. RG+, അത് പറയുമ്പോൾ അല്ലെ മനസ്സിലാക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, വാട്ട് ഈസ് യുവർ ആർട്ടീരിയൽ ഏജ്? എന്താണ് ആർട്ടീരിയൽ ഏജ്?
ആക്ച്വലി നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ടാണ് നമ്മുടെ ഏജ് പ്രായം പറയുന്നത്. എന്നാൽ അത് കൂടാതെ നമുക്ക് വേറൊരു ഏജും കൂടി ഉണ്ട്. അതാണ് ആർട്ടീരിയൽ ഏജ്. അതായത് ഒരു മനുഷ്യ ശരീരത്തിൽ നമ്മുടെ ഹാർട്ടിൽ നിന്ന് ആർട്ടറീസ് വഴി, അതായത് ബ്ലഡ് വെസൽസ് വഴി എങ്ങനെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നു അതനുസരിച്ചാണ് നമ്മുടെ ആർട്ടീരിയൽ ഏജ് വരുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഒരു 70 വയസ്സുള്ള ഒരു പ്രായമായ വ്യക്തിയുടെ രീതിയിലുള്ള ബ്ലഡ് ഫ്ലോയാ നടക്കുന്നതെന്നുണ്ടെങ്കിൽ സത്യത്തിൽ ആ വ്യക്തിക്ക് 70 വയസ്സുണ്ട്. ആർട്ടീരിയൽ ഏജ് 70 വയസ്സാണ്. നേരെ തിരിച്ചു ആകാൻ കേട്ടാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഒരു കുഴപ്പമില്ലാത്ത വ്യക്തി ഇതേ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. അതിന്റെയൊക്കെ ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആർട്ടീരിയൽ ഏജ് ആണ്. അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നൈട്രിക് ഓക്സൈഡിന്റെ പ്രൊഡക്ഷൻ നാച്ചുറൽ ആയിട്ടുണ്ട്. അതൊരു 100% ഉള്ളത് ഈ 20 വയസ്സ് വരെയൊക്കെയാണ്. പിന്നീട് പ്രായമാകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ നൈട്രിക് ഓക്സൈഡിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ പിക്ചറിൽ കാണാൻ സാധിക്കും. പ്രായമാവുന്നതിനനുസരിച്ച് ഇത് 80% ആയി. ദെൻ 40 വയസ്സൊക്കെ ആയപ്പോൾ 50% ആയി. ദെൻ 50സിലായപ്പോൾ 35% ആയി. ദെൻ ഒരു 60 വയസ്സൊക്കെ ആയപ്പോൾ വളരെ കുറഞ്ഞു. നൈട്രിക് ഓക്സൈഡിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബ്ലഡ് വെസൽസിൽ പ്ലാക്ക് ഫോം ചെയ്യാൻ തുടങ്ങും. അതായത് അൺവാണ്ടഡ് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും. അതനുസരിച്ച് എന്താ പറയാ, പിന്നീട് നമുക്കത് ദോഷം ചെയ്യാം. പല ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ കുഴഞ്ഞു വീണ് മരിക്കല്, BP അങ്ങനെയുള്ള അസുഖങ്ങളിലേക്കൊക്കെ, ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്കൊക്കെ പോവാൻ ഒരു കാരണമാണ്. ആക്ച്വലി അലോവേര അല്ല, നമ്മുടെ RG+ കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാല് RG+ന്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് L-arginine ആണ്. ആക്ച്വലി L-arginine നമ്മുടെ ബോഡിയിലേക്ക് L-arginine സപ്ലിമെന്റ് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ബോഡി ഈ L-arginine കൺവേർട്ട് ചെയ്ത് നൈട്രിക് ഓക്സൈഡ് ആക്കും. അതുവഴി ഈ കാണുന്ന പോലെ, അതായത് നമ്മുടെ ബോഡിയിൽ നൈട്രിക് ഓക്സൈഡിന്റെ പ്രൊഡക്ഷൻ വരാൻ തുടങ്ങുമ്പോൾ ഇവിടുത്തെ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ പയ്യെ പയ്യെ മാറാൻ തുടങ്ങും. അതായത് ആക്ച്വലി ഇതൊരു മരുന്നൊന്നും അല്ല, ഇത് ആരോഗ്യത്തിന് നല്ലതാണ്. ഈ L-arginine എന്ന് പറയുന്നത് നമുക്ക് വളരെ റെയർ ആയിട്ട് കിട്ടുന്ന ഒരു അമിനോ ആസിഡ് ആണ്. അത് പല നട്ട്സിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത്. RG+ന്റെ അകത്ത് ആക്ച്വലി ഇത് ഒരു 5 ഗ്രാം ഉണ്ട്. കഴിഞ്ഞ 2018 ഫിഫ വേൾഡ് കപ്പിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ചുമ്മാ ഗൂഗിളിനകത്ത് RG+ ഫിഫ എന്നൊക്കെ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അവിടുത്തെ ഇന്റർനാഷണൽ പല പ്ലേയേഴ്സും യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. അവർ ആക്ച്വലി യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അവർക്ക് കുറച്ചും കൂടെ സ്റ്റാമിന കിട്ടാൻ, എനർജി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. കാരണം ഓക്സിജൻ സപ്ലൈ കൂടും. സോ പെട്ടെന്ന് കിതപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. നല്ല രീതിയിൽ അവർക്ക് ഗെയിമൊക്കെ വിൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് പലരും സ്പോർട്സ് താരങ്ങളും പല ആൾക്കാരും യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ കാർഡിയോ ഹെൽത്തിന് വളരെ നല്ലതാണ്. ദെൻ അതുപോലെ തന്നെ ബ്രെയിൻ ഫംഗ്ഷന് നല്ലതാണ്. ഒരു ആന്റി ഏജിങ് പ്രൊഡക്റ്റ് ആണ്. ദെൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വളരെ നല്ലതാണ്. ദെൻ സെക്ഷുവൽ ഫംഗ്ഷൻസിന് വളരെ നല്ലതാണ്. ദെൻ അതുപോലെ തന്നെ എന്താ പറയാ, സ്കിൻ ഹെൽത്തിന് നല്ലതാണ്. പ്രോസ്ട്രേറ്റ് ഹെൽത്തിന് നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് RG+. ദെൻ അതുപോലെ തന്നെ നമുക്ക് പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകൾ ഉണ്ട്. അതായത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളോട് ചോദിക്കുവാണ്, നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനാണ് ഇഷ്ടം അല്ലെങ്കിൽ കെമിക്കൽ സിന്തറ്റിക് ആയിട്ടുള്ള ഉപയോഗിക്കാനാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാവരും പറയാൻ പോകുന്നത് നാച്ചുറൽ ആയിരിക്കും. പക്ഷേ നിലവിൽ ഇപ്പൊ ഏത് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്, അതായത് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് എന്താ പറയാ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം വീട്ടിൽ നോക്കുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള അങ്ങനെ അധികം കാണാൻ സാധ്യതയില്ല. എല്ലാം തന്നെ സിന്തറ്റിക് ആയിട്ടുള്ള ആയിരിക്കാം. നമ്മുടെ കയ്യിൽ ആക്ച്വലി വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി നാച്ചുറലി ഡിറൈവ് ചെയ്തിട്ടുള്ള പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകൾ നമ്മളെ സംബന്ധിച്ച് ഹെൽത്തിനും ബ്യൂട്ടിക്കും വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഫ്ലൂറൈഡ് ഇല്ലാത്ത ടൂത്ത് ജെൽ ഉണ്ട്. ദെൻ അലൂമിനിയം സാൾട്ട് ഇല്ലാത്ത ഡിയോഡറന്റ് ഉണ്ട്. സൾഫേറ്റ് ഇല്ലാത്ത ഷാമ്പൂ ഉണ്ട്. അങ്ങനെ പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകളും സ്കിൻ കെയർ പ്രൊഡക്റ്റുകളും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ എന്താ പറയാ, ഇതിന്റെയൊക്കെ ഒരു പ്രൂഫ് എന്ന് വേണമെങ്കിൽ പറയാം, സീൽസ് ഓഫ് അപ്രൂവൽ ഇന്റർനാഷണലി കിട്ടിയിരിക്കുന്ന ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ആണ്. അതിൻ്റെ അത് എടുത്തു പറയേണ്ട 1-2 സർട്ടിഫിക്കേഷൻസ് ആണ്. ഒന്ന്, ഇന്റർനാഷണൽ അലോ സയൻസ് കൗൺസിൽ, അതായത് അലോവേര പ്രൊഡക്റ്റുകൾക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ്. ഇന്ത്യയിൽ വേറെയും ഒരുപാട് അലോവേര മാർക്കറ്റ് ചെയ്യുന്ന കമ്പനികളുണ്ട്. പക്ഷേ ഈ ഒരു സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ സാധിക്കത്തില്ല. കാരണം ഇന്ത്യയിൽ വേറെ കമ്പനികൾക്കില്ല. ഗ്ലോബലി വേറെയും ചുരുക്കം കമ്പനികൾക്കുണ്ട്. ഇത് ലോകത്തിൽ ആദ്യമായിട്ട് ഇന്റർനാഷണൽ അലോ സയൻസ് കൗൺസിലിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടിയത് FLPക്കാണ്, നമ്മുടെ കമ്പനിക്കാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അലോവേര ജ്യൂസ്, ഇതിൻ്റെ അകത്ത് മിനിമം ഒരു 70% അലോവേര കണ്ടന്റ് ഉണ്ടായിരിക്കണം. അത് നല്ല ക്വാളിറ്റി അലോവേര ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ സർട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വൺസ് ഇത് കിട്ടിയാലും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടും അതിൻ്റെതായ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ അതുപോലെ തന്നെ അടുത്തൊരു സർട്ടിഫിക്കേഷൻ ക്രൂലിറ്റി ഫ്രീ, അതായത് മൃഗങ്ങളെ പരീക്ഷിക്കേണ്ട ആവശ്യമില്ല.
അതിനുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ട്. കാരണം മൃഗങ്ങളിൽ എന്തിനാ പരീക്ഷിക്കുന്നത്? അത് കെമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആനിമൽസി ടെസ്റ്റ് ചെയ്യണത്. ഇത് കെമിക്കൽ അല്ലാത്തതുകൊണ്ട് തന്നെ കെമിക്കൽ ഫ്രീ ആയതുകൊണ്ട് തന്നെ ആനിമൽ ഫ്രീ സർട്ടിഫിക്കേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ക്രൂലിറ്റി ഫ്രീ സർട്ടിഫിക്കേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ദെൻ കോഷർ റേറ്റിംഗ്. കോഷർ റേറ്റിംഗ് എന്ന് പറയുന്നത് ഇസ്രായേൽ ഗവൺമെന്റിന്റെ അവിടുത്തെ ഹൈ പ്രീസ്റ്റ് ഒക്കെ ആയിട്ടുള്ള റബ്ബിമാര് കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻ ആണ്. അതായത് പ്യൂരിറ്റിക്കും ക്വാളിറ്റിക്കും. അതായത് ജനിച്ചു വീഴുന്ന കുട്ടി, ഒരു 6 മാസമായിട്ടുള്ള കുട്ടികൾക്ക് പോലും ഇതെല്ലാം യൂസ് ചെയ്യാം, അത്രയും സേഫ് ആണ് എന്നുള്ളതിന്റെ ഒരു സർട്ടിഫിക്കേഷൻ ആണ് കോഷർ റേറ്റിംഗ്. ദെൻ അതുപോലെ തന്നെ ഹലാൽ സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇത് ഹലാലിൽ തന്നെ പല പല ഗ്രേഡുകൾ ഉണ്ട്. അതിനകത്ത് ഏറ്റവും ഗ്രേഡ് കൂടിയിട്ടുള്ള ഹലാലാണ്. അതായത് ആനിമൽസിന്റെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല, അങ്ങനത്തെ രീതിയിലുള്ള സർട്ടിഫിക്കേഷൻസ് ആണ്. ഇപ്പൊ സൗദി അറേബ്യ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ഒരു ബിസിനസ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് കൺസ്യൂം ചെയ്യുന്ന പ്രൊഡക്റ്റുകളൊക്കെ ബിസിനസ് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ അങ്ങനെയുള്ള രാജ്യങ്ങളിലും ഇസ്രായേലും സൗദി ജപ്പാൻ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മുടെ ടോപ്പ് 10 കൺട്രീസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ സെയിൽസിൽ ടോപ്പാണ് നമ്മൾ. അപ്പൊ അതിനുള്ള റീസൺസ് വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ്. അതിന്റെ റിസൾട്ട് ആയിട്ട് തന്നെ നമുക്ക് ഇന്റർനാഷണലി ഒരുപാട് സർട്ടിഫിക്കേഷൻസ് കിട്ടാറുണ്ട്, അതായത് അവാർഡുകൾ കിട്ടാറുണ്ട്. ഓരോ വർഷത്തിലും നമുക്ക് അവാർഡുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ദേ ഇവിടെ കാണാൻ സാധിക്കും 2017 സ്വീഡനിലെ സ്വീഡിഷ് ഹെൽത്ത് അവാർഡ് കിട്ടിയത് നമ്മുടെ അലോവേര ജെല്ലിനായിരുന്നു. ദെൻ അതുപോലെ തന്നെ എവറി ഇയർ നമ്മുടെ സ്കിൻ കെയറിനും പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകൾക്കൊക്കെ അവാർഡുകൾ കിട്ടാറുണ്ട് ഓരോരോ കൺട്രീസിന്റെയും. ആക്ച്വലി ഇത്ര നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഫോറെവർ ലിവിംഗ് എന്ന കമ്പനി നമുക്ക്, അതായത് ഈ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നമുക്കും നമ്മുടെ ഫാമിലിക്കും യൂസ് ചെയ്തുകൊണ്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അവസരമാണ് കമ്പനി തന്നത്. ദെൻ ഇനി പറയാൻ പോകുന്ന കാര്യം വെൽത്തിനെ പറ്റിയാണ്. ആക്ച്വലി ഈ ഒരു അവസരം മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വഴി നമുക്കിവിടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഫോറെവറിന് ഒരു ക്ലബ് ഉണ്ട്, മില്യണേഴ്സ് ക്ലബ്. അതായത് ഫോറെവർ ലിവിംഗ് ഇന്ത്യയിലത്തെ ക്ലബ്ബാണ് മില്യണേഴ്സ് ക്ലബ്ബ്. മില്യണേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ 10 ലക്ഷത്തിന് മീതെ വരുമാനം മേടിക്കുന്ന ആൾക്കാരായിരിക്കും ഈ ക്ലബ്ബിൽ അംഗങ്ങളാവുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ മന്ത്ലി ഒരു 1 lakh വെച്ച് മേടിക്കുന്ന ആൾക്കാരുണ്ടാകാം, 5 lakh മേടിക്കുന്നവരുണ്ടാകാം. ദെൻ അതുപോലെ തന്നെ 10 lakhും 20 lakh ഒക്കെ മേടിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു കമ്പനി വഴി. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ക്ലബ്ബിൽ മെമ്പേഴ്സ് ആവുന്നത്. അപ്പൊ ഈ 2021 മാർച്ചിലത്തെ കണക്ക് പ്രകാരം നമുക്ക് ഏകദേശം ഒരു 3800 പ്ലസ് ആൾക്കാർ, അതായത് FBOs മന്ത്ലി ഇങ്ങനെ 6 ഫിഗറും 7 ഫിഗറും മേടിക്കുന്നുണ്ട്. ആക്ച്വലി ഇത് എങ്ങനെ സംഭവിച്ചു? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അതായത് ഇപ്പൊ ഇത്രയും വലിയ കമ്പനിയാണ്, ഇത്രയും അടിപൊളി പ്രൊഡക്റ്റ് ഒക്കെയാണ്, എന്നിട്ട് നമ്മൾ ഇതേവരെ അറിഞ്ഞില്ലല്ലോ എന്ന്. ആക്ച്വലി അതിന്റെ റീസൺ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. നമ്മൾ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചേ, അതായത് നമുക്കറിയാവുന്ന കമ്പനികൾ, നമുക്കറിയാവുന്ന ബ്രാൻഡുകൾ, എന്തുകൊണ്ട് നമുക്ക് ആ കമ്പനീനെ പരിചയമുണ്ട്? കാര്യം എന്താ? കാരണം ആ കമ്പനികൾ അതിന് വേണ്ടിയിട്ട്, അതായത് ജനങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് പരസ്യം ചെയ്യുന്നുണ്ട്, അഡ്വർടൈസ്മെന്റ്. അതിനുവേണ്ടി ലക്ഷങ്ങളും കോടികളാണ് മുടക്കുന്നത് ഈ അഡ്വർടൈസ്മെന്റ് കമ്പനിയിലേക്ക്. എന്നാൽ ഫോറെവർ ലിവിംഗ് എന്ന കമ്പനി ഈ ലക്ഷങ്ങളും കോടികളും കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരിലേക്കാണ്. അതായത് ഈ ഒരു കമ്പനീനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരിലേക്കാണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്ലി 6 ഫിഗറും 7 ഫിഗറും മേടിക്കുന്ന ആൾക്കാരുടെ കണക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ 3800 പ്ലസ് ആൾക്കാർ ഇന്ത്യയിൽ മാത്രമുണ്ട് ഈ കമ്പനി. ആക്ച്വലി അപ്പൊ ഇവരെങ്ങനെ ഇങ്ങനെ ഈ ഒരു ലെവലിലേക്ക് വന്നു? അത് മന്ത്ലി ഒരു 6 ഫിഗർ ഒക്കെ മേടിക്കാന്നൊക്കെ പറയുന്നത് നല്ലൊരു കാര്യമില്ലേ? ഞാൻ പറഞ്ഞത് ഈ 3800 എന്ന് പറയുന്നത് 6 ഫിഗറിന്റെ ആൾക്കാർ മാത്രമാണ്, ഈ ക്ലബിലെ ആൾക്കാർ മാത്രമാണ്. അത് കൂടാതെ വേറെയും ഒരുപാട് ആൾക്കാർ 1000ഉം ആ രീതിയിലൊക്കെ മേടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇവരൊക്കെ എങ്ങനെ ഈ ലെവലിലേക്ക് ഗ്രോത്ത് ആയി, ഇങ്ങനെ എങ്ങനെ വന്നു? ആക്ച്വലി ഇവര് സെയിൽസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഇത് വിറ്റ് കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എത്താൻ പറ്റുമോ? എത്താൻ പറ്റത്തില്ല. അതിനിവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യണം. അതായത് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് സിസ്റ്റം മനസ്സിലാക്കി വർക്ക് ചെയ്യണം. അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് പ്ലാൻ. ഫോറെവറിന്റെ ബിസിനസ് പ്ലാൻ ആണ്. ഹെൽപ്പിംഗ് അതേഴ്സ് ഗെറ്റ് വാട്ട് ദേ വാണ്ട്, യു ഗെറ്റ് വാട്ട് യു വാണ്ട്. ഫോറെവറിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ. ആദ്യമേ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് എന്താണ് CC? CC മീൻസ് കേസ് ക്രെഡിറ്റ്. നമ്മുടെ ബിസിനസ് വോളിയത്തിന് പറയുന്ന ഒരു പേരാണ് CC. അതായത് ഈ ഒരു കമ്പനി ഇപ്പൊ കഴിഞ്ഞ ഒരു 43 ഇയേഴ്സ് ആയിട്ട് 169 കൺട്രീസിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഓരോ കൺട്രീസിലും പല പല കറൻസിയാണ്. ഇപ്പൊ നമ്മുടെ ടീം തന്നെ 10ലേറെ രാജ്യങ്ങളിലുണ്ട്. സോ നമ്മളിപ്പോ കാനഡയിലുള്ള മെമ്പേഴ്സിനോട് എങ്ങനെ ഉണ്ടായി ബിസിനസ് എന്നൊക്കെ ചോദിച്ചാൽ അവർ പറയുന്നത് കനേഡിയൻ ഡോളറിലായിരിക്കും. ദെൻ അതുപോലെ തന്നെ UK മെമ്പേഴ്സിനോട് ചോദിച്ചാൽ അവർ പറയുന്നത് പൗണ്ടിലായിരിക്കും. അപ്പൊ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും, ഇത് ആരാണ് കൂടുതൽ കുറവൊക്കെ ചെയ്തത്. അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി കമ്പനി ഇന്റേണലി വെച്ചേക്കുന്ന ഒരു കറൻസി, ഒരു പോയിന്റ് സിസ്റ്റം ആണ് CC.
അതായത് ഓരോ പ്രൊഡക്റ്റിനും അതിന്റെ പ്രൈസ് വാല്യൂ അനുസരിച്ച് സി സി വാല്യൂ ഉണ്ടാവും. ഇപ്പൊ പ്രൈസ് വാല്യൂ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ സി സി വാല്യൂ കൂടുതലായിരിക്കും. പ്രൈസ് വാല്യൂ കുറഞ്ഞ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സി സി വാല്യൂ കുറവായിരിക്കും. അപ്പൊ എന്തിനാണ് സി സി ഉപയോഗിക്കുന്നത്? എന്തിനാണ് ഈ പോയിന്റുകളൊക്കെ യൂസ് ചെയ്യണത് നമ്മൾ? നമുക്കിവിടെ ബേസിക് ആയിട്ട് പ്രൊമോഷൻസ് ഉണ്ട്. ഓരോ പ്രൊമോഷൻ അനുസരിച്ച് നമ്മുടെ ഇൻകം ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അതായത് ഒരു 18 വയസ്സായ ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഈ കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിനെ പരിചയമുണ്ടെങ്കിൽ, അതായത് ഒരു സ്പോൺസറിനെ പരിചയമുണ്ടെങ്കിൽ, ആ വ്യക്തിക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ഒരു മെമ്പർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഒരു കസ്റ്റമർ ആയിട്ട് ഇരിക്കാം, ഇനി അതല്ല ഒരു പാർട്ട് ടൈം ഇൻകം വേണമെന്നുണ്ടെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാം. അപ്പൊ ആ വ്യക്തിയെ സംബന്ധിച്ച് എന്താ പറയാ, അവിടുത്തെ ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ഉണ്ടാകും. ദെൻ അതുകൂടാതെ വർക്കിന് ഇത്ര പെർസെന്റേജും കിട്ടും. 25% ആ വ്യക്തിയുടെ വർക്ക് അനുസരിച്ചും പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും ഒരു പ്രിഫേർഡ് കസ്റ്റമർ. ദെൻ ആ വ്യക്തി പിന്നീട് അസിസ്റ്റന്റ് സൂപ്പർവൈസർ ആവുന്നു, ദെൻ സൂപ്പർവൈസർ ആവുന്നു, ദെൻ അസിസ്റ്റന്റ് മാനേജർ ആവുന്നു, ദെൻ മാനേജർ ആവുന്നു. ഈ പ്രൊമോഷൻസ് ഒക്കെ എങ്ങനെയാണ്? അതെല്ലാം സി സി അടിസ്ഥാനത്തിലാണ്. അതായത് കൺസിക്യൂട്ടീവ് 2 മന്ത് അടുപ്പിച്ചുള്ള 2 മാസങ്ങളിലായിട്ട് ആ വ്യക്തിയുടെ ഓർഗനൈസേഷനിൽ സി സി വരുന്നതനുസരിച്ച് പ്രൊമോഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അതായത് ഓരോ ലെവലിനും അതിൻ്റെതായ പ്രോഫിറ്റ് ഉണ്ട്. ഇപ്പൊ ഒരു അസിസ്റ്റന്റ് സൂപ്പർവൈസർ ആയി കൺസിക്യൂട്ടീവ് 2 മന്തോ അല്ലെങ്കിൽ 1 മന്തോ കൊണ്ട് 2 CC കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവിടെ പ്രോഫിറ്റ് മാറി 35% ആയി പ്രോഫിറ്റ്. ദെൻ ഒരു സൂപ്പർവൈസറിനെ സംബന്ധിച്ച് 38% ആയി പ്രോഫിറ്റ്. ദെൻ 75 CC കൊണ്ടുവന്നു ഒരു അസിസ്റ്റന്റ് മാനേജർ ആയാൽ 43% പ്രോഫിറ്റ്. ദെൻ 120 CC വന്നു മാനേജർ ആയി, ദെൻ 48% ആണ് പ്രോഫിറ്റ്. പിന്നെ മാനേജർ ആവാനായിട്ട് കമ്പനി പുതിയൊരു എൻഹാൻസ്മെന്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, 2 മാസം കൊണ്ട് 120 വന്നില്ലെങ്കിലും അടുപ്പിച്ചുള്ള കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു 4 മന്തിൽ ടോട്ടൽ ടീമിൽ ഒരു 150 CC വന്നാലും മാനേജർ ആവാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് പ്രൊമോഷൻസ്. ദെൻ മാനേജർ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും ഫോർഎവറിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഒരു ഹൗ ഡു വി ഗെറ്റ് പെയ്ഡ്, ഏകദേശം മന്ത്ലി എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും? ഒരു പ്രിഫേർഡ് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച്, ഒരു പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഒരു 6,000 to 12,000 15,000 ഒക്കെ ഏൺ ചെയ്യാം. നമ്മുടെ ടീമിൽ തന്നെ ഫസ്റ്റ് മന്ത് തന്നെ 12,000 10,000 ഒക്കെ ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. 20,000 70,000 ഒക്കെ ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓരോരുത്തരുടെ വർക്കിംഗ് ഹവേഴ്സ് അനുസരിച്ചിരിക്കും ഈ പേയ്മെന്റ് എല്ലാം വരുന്നത്. ദെൻ ഒരു അസിസ്റ്റന്റ് സൂപ്പർവൈസേഴ്സിനെ സംബന്ധിച്ച് ഒരു 12,000 to 18,000 20,000 ഒക്കെ ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ദെൻ സൂപ്പർവൈസേഴ്സിനെ സംബന്ധിച്ച് ഒരു മന്ത്ലി ഒരു 20,000 ഒരു 35,000 ഒക്കെ ഇടയിൽ ഏൺ ചെയ്യാൻ പറ്റും. നമ്മുടെ ടീമിൽ തന്നെ സൂപ്പർവൈസേഴ്സ് ആയിട്ട് 40,000 35,000 ഒക്കെ മന്ത്ലി ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ദെൻ അസിസ്റ്റന്റ് മാനേജറിനെ സംബന്ധിച്ച് ഒരു 50,000 എബോ ഉണ്ടാവും എങ്ങനെ പോയാലും. ദെൻ ഒരു 85,000 90,000 ഒക്കെ ഏൺ ചെയ്യാൻ പറ്റും. ദെൻ ഒരു മാനേജറിനെ സംബന്ധിച്ച് മന്ത്ലി ഒരു 6 ഫിഗർ ഇൻകം ഉണ്ടാവും. 1 lakh പ്ലസ് ഇൻകം മാനേജർമാർക്ക് ഉണ്ടാവും. ദെൻ ആക്ച്വലി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഒരു പ്രിഫേർഡ് കസ്റ്റമർ, ഞാനും ആക്ച്വലി ഒരു പ്രിഫേർഡ് കസ്റ്റമർ എന്നുള്ള റാങ്കിൽ സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ്. ദൈവാനുഗ്രഹം കൊണ്ട് 2021 ജൂൺ മാസത്തിൽ എനിക്ക് എന്താ പറയാ മാനേജർ ആവാൻ സാധിച്ചു. ആക്ച്വലി ഞാൻ നിങ്ങളെപ്പോലെ ഒരു അസോസിയേറ്റ് ചെയ്ത വ്യക്തിയാണ്. ഇപ്പോ മാനേജറാണ്. മന്ത്ലി ദൈവാനുഗ്രഹം കൊണ്ട് 6 ഫിഗർ ഇൻകം കിട്ടുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു മാനേജറാണ് ഫോർഎവറിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യണത്. ആ ഒരു ടൈം വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ട്രെയിനിങ് പീരീഡ് എന്നൊക്കെ പറയാം. ട്രെയിനിങ് എന്ന് വെച്ചാലും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ നമുക്ക് ഇൻകം ഉണ്ട്. ഏൺ വൈൽ യു ലേൺ. മാനേജർ ഈക്വൽ ടു യുവർ കരിയർ സ്റ്റാർട്ട്സ് വിത്ത് FLP. കാരണം വേറെ ഒന്നുമില്ല, മാനേജർ ആയി കഴിഞ്ഞാൽ നമുക്കൊരു 6 ഫിഗർ ഇൻകം കിട്ടും. അതുകൂടാതെ നമുക്ക് വേറെയും ഒരുപാട് ഇൻസെന്റീവ്സ് ഉണ്ട്, നമുക്ക് ഇവിടെ കാണാം. മാനേജർ ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെവലിലേക്ക് എങ്ങനെയാ പോകുന്നത്? വേറെ ഒന്നുമല്ല, ഇപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് മാനേജറായി, നമുക്കൊരു മന്ത്ലി 6 ഫിഗർ ഇൻകം ഉണ്ട്. നമ്മുടെ നെക്സ്റ്റ് ലെവൽ എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ മറ്റുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക. അതായത് നമ്മുടെ ഒപ്പം അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളെയും അവരെയും ഒരു മന്ത്ലി 6 ഫിഗർ ഇൻകം മേടിക്കുന്ന ലെവലിലേക്ക് ഗ്രോ ചെയ്യിപ്പിക്കുക, അവരെയും വളർത്തിക്കൊണ്ടുവരിക. അങ്ങനെ 2 മാനേജേഴ്സിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്പോൺസർ ചെയ്ത 2 പേരെ മാനേജർ ആക്കുമ്പോൾ നമ്മൾ അവിടെ സീനിയർ മാനേജർ ആവുന്നു. ദെൻ അതുപോലെ തന്നെ നമ്മൾ ബിസിനസ്സിലോട്ട് കൊണ്ടുവന്ന, നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള 5 വ്യക്തികൾ മന്ത്ലി ഇങ്ങനെ 6 ഫിഗർ ഒക്കെ മേടിക്കുന്ന ലെവലിലേക്ക് വരുമ്പോൾ അവർ സോറിംഗ് മാനേജർ ആവുന്നു. ദെൻ 5 കഴിഞ്ഞ് ഒരു 4 പേരെയും കൂടെ കൊണ്ടുവന്നു. അങ്ങനെ മൊത്തം ഒരു 9 മാനേജർമാർ നമ്മുടെ കൂടെ ഉണ്ടെന്നാണെങ്കിൽ ആ വ്യക്തി സഫയർ മാനേജർ ആവും. ദെൻ ഡയമണ്ട് സഫയർ, ഒരു 17 മാനേജർമാരെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡയമണ്ട് സഫയർ ആകും. ദെൻ 25 മാനേജർമാരെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡയമണ്ട് മാനേജർ ആവും.
ഒരു ഡയമണ്ട് മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് കമ്പനി പറയുന്നത് തന്നെ മന്ത്ലി ഒരു 25 lakh ആണ്. ഇന്ത്യയിൽ നിന്നും ഇന്നേ വരെ ഡയമണ്ട് മാനേജർ ഒന്നും ക്രിയേറ്റ് ആയിട്ടില്ല. ഗ്ലോബലി ഒരുപാട് ഡയമണ്ട് മാനേജേഴ്സ് ഉണ്ട്. ഇപ്പൊ ലോകത്തിലെ തന്നെ ടോപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് റോൾഫ് കിപ്പ്. അദ്ദേഹം ട്രിപ്പിൾ ഡയമണ്ട് ആണ്. പക്ഷെ അദ്ദേഹം ഡയമണ്ട് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് 1 CR ആയിരുന്നു. അത് 1 കോടിക്ക് മേലെ ഉണ്ടായി. കമ്പനി ആക്ച്വലി പറയുന്നത് 25 lakh ആണ്. പക്ഷേ അത് നമ്മുടെ ബിസിനസ് അനുസരിച്ചാണ്. നമുക്ക് കൂടുതലായിരിക്കും, കമ്പനി എപ്പോഴും കുറച്ചായിരിക്കും പറയാറ്. ദെൻ ഡയറക്റ്റ് ആയിട്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു 50 പേര്, 50 മെമ്പേഴ്സ് നമ്മുടെ പാർട്ട്നേഴ്സിനെ നമ്മൾ മാനേജർ ആക്കുമ്പോൾ അവിടെ ഡബിൾ ഡയമണ്ട് മാനേജർ ആവുന്നു. ദെൻ 75 മാനേജേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ട്രിപ്പിൾ ഡയമണ്ട് ആവുന്നു. ദെൻ സെഞ്ചുറി 100 മാനേജേഴ്സ്, 100 ആൾക്കാരെ, 100 മാനേജർമാരെ നമ്മൾ ഡയറക്റ്റ്ലി സ്പോൺസർ ചെയ്തു അവരെ മാനേജർ ആക്കി കഴിയുമ്പോൾ, അതായത് നമ്മളെ പോലെ അവരും ഒരു 6 figure ഇൻകം മേടിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിവിടെ സെഞ്ചുറിയൻ മാനേജർ ആയിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ഓരോ റാങ്കുകളെല്ലാം വരുന്നത്. ഇനിയിപ്പോ അടുത്തത് നമ്മുടെ ഇൻകം സോഴ്സ്. എന്തെല്ലാം തരത്തിലുള്ള ഇൻകം നമുക്ക് ഇവിടെ കിട്ടും അത് നമുക്ക് നോക്കാം. ഓരോ റാങ്കിനും അതനുസരിച്ച് നമുക്ക് പേഴ്സണൽ ഡിസ്കൗണ്ട് ഉണ്ട്. ഒരു പ്രിഫേർഡ് കസ്റ്റമർ റാങ്കിലുള്ള വ്യക്തിയെ സംബന്ധിച്ച് ഒരു 5% ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. ദെൻ ഒരു 2CC കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അസിസ്റ്റന്റ് സൂപ്പർവൈസേഴ്സിനെ സംബന്ധിച്ച് 35% ഡിസ്കൗണ്ട് ഉണ്ടാകും. ദെൻ ഒരു സൂപ്പർവൈസേഴ്സിനെ സംബന്ധിച്ച് 38% ഡിസ്കൗണ്ട് ഉണ്ടാകും. ദെൻ അസിസ്റ്റന്റ് മാനേജേഴ്സിനെ സംബന്ധിച്ച് 43% ഡിസ്കൗണ്ട് ഉണ്ടാകും. ദെൻ മാനേജേഴ്സിനെ സംബന്ധിച്ച് 48% ഡിസ്കൗണ്ട് ഉണ്ടാകും. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് അസിസ്റ്റന്റ് സൂപ്പർവൈസർ ഈക്വൽ ടു, അതായത് 30 + 5%. അത് വേറെ ഒന്നുമല്ല, ഇവരെല്ലാവരും ഹോൾസെയിൽ ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തികളാണ്. ഹോൾസെയിൽ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു 30% ഡിസ്കൗണ്ട് ആണ്. ദെൻ അവരുടെ റാങ്ക് അനുസരിച്ച് ഒരു അഡീഷണലി പേഴ്സണൽ ബോണസും കൂടെ കിട്ടും. അതാണ് ഇവിടെ +5 എന്ന് ഇട്ടേക്കുന്നത്. ദെൻ സൂപ്പർവൈസേഴ്സിനെ സംബന്ധിച്ച് +8, അതായത് 30 ഡിസ്കൗണ്ടും ഉണ്ടാകും, 8% ക്യാഷ് ബാക്ക് എന്നുള്ള രീതിയിലും വരും. സോ അങ്ങനെ ടോട്ടൽ 38 സൂപ്പർവൈസർക്ക് കിട്ടും. അസിസ്റ്റന്റ് മാനേജർക്ക് 30 + 30 അങ്ങനെ 43 ടോട്ടൽ പ്രോഫിറ്റ്, അതായത് ഡിസ്കൗണ്ട് ഉണ്ടാകും. ദെൻ മാനേജറിനെ സംബന്ധിച്ച് 30 + 18 ടോട്ടൽ 48% ഡിസ്കൗണ്ട് ഉണ്ട്. ദെൻ അടുത്ത ഒരു ഇൻകം ആണ് ഓട്ടോമാറ്റിക് റീറ്റെയിൽ പ്രോഫിറ്റ്. അതായത് നമ്മൾ ഇപ്പൊ ഒരു വ്യക്തിനെ എന്താ പറയാ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തു. ചിലപ്പോൾ അവർ കസ്റ്റമർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രൊസ്യൂമർ ആയിരിക്കാം. അവിടെ നടക്കുന്ന ബിസിനസിന്റെ ഒരു പെർസെന്റേജ് കമ്പനി നമുക്ക് തന്നുകൊണ്ടിരിക്കും. അവർ എപ്പോഴൊക്കെ പർച്ചേസ് ചെയ്താലും നമുക്ക് അതിന്റെ പ്രോഫിറ്റ് കിട്ടും. നമ്മളിപ്പോ ഈ ഒരു ബിസിനസ്സിൽ ലൈവ് ആവണമെന്നില്ല, എങ്കിൽ പോലും നമ്മൾ വഴി അസോസിയേറ്റ് ചെയ്ത വ്യക്തികളുടെ അവിടെ നടക്കുന്ന ബിസിനസ്, പ്രിഫേർഡ് കസ്റ്റമർ ആയിട്ട് നടക്കുന്ന ബിസിനസിന്റെ ഇത്ര പെർസെന്റേജ്, ഓരോ റാങ്ക് അനുസരിച്ചും പെർസെന്റേജ് കിട്ടിക്കൊണ്ടിരിക്കും. ഒരു പ്രിഫേർഡ് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് 25% ആയിരിക്കും. അസിസ്റ്റന്റ് സൂപ്പർവൈസേഴ്സിനെ സംബന്ധിച്ച് 30% ആയിരിക്കും. സൂപ്പർവൈസേഴ്സിനെ സംബന്ധിച്ച് 33% ആയിരിക്കും. അസിസ്റ്റന്റ് മാനേജേഴ്സിനെ സംബന്ധിച്ച് 38% ആയിരിക്കും. മാനേജേഴ്സിനെ സംബന്ധിച്ച് 43% ആയിരിക്കും. ഓരോ റാങ്ക് അനുസരിച്ചും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. ദെൻ അടുത്തൊരു ഇൻകം ആണ് ടീം ബോണസ്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ടീമിൽ നടക്കുന്ന വോളിയത്തിന്റെ ഒരു പെർസെന്റേജ് നമുക്ക് കിട്ടും. അതായത് ഒരു അസിസ്റ്റന്റ് സൂപ്പർവൈസർ, ഒരു 2CC ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരു അസിസ്റ്റന്റ് സൂപ്പർവൈസേഴ്സിനെ സംബന്ധിച്ച് താഴെ പ്രിഫേർഡ് കസ്റ്റമർ റാങ്കിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാകാം. അപ്പൊ ആ വ്യക്തികളുടെ അവിടെ നടക്കുന്ന ടോട്ടൽ വോളിയത്തിന്റെ 5% ഇവർ ആക്റ്റീവ് ആണെങ്കിൽ ഇവർക്ക് കിട്ടും. അതായത് അസിസ്റ്റന്റ് സൂപ്പർവൈസർ ആയിട്ട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് കിട്ടും. ദെൻ സൂപ്പർവൈസേഴ്സിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ താഴെ അസിസ്റ്റന്റ് സൂപ്പർവൈസേഴ്സ് ഉണ്ടാകാം, പ്രിഫേർഡ് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പൊ അവര് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, അവിടെ നടക്കുന്ന ആ ഒരു ബിസിനസിന്റെ ഒരു 3%ഉം 8%ഉം ഒരു ഡിഫറൻസ് ആണ് അവിടെ കിട്ടുന്നത്. ദെൻ അസിസ്റ്റന്റ് മാനേജറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ താഴെ സൂപ്പർവൈസേഴ്സ് ഉണ്ടാകാം, അദ്ദേഹത്തിന്റെ താഴെ അസിസ്റ്റന്റ് സൂപ്പർവൈസേഴ്സ് ഉണ്ടാകാം, അദ്ദേഹത്തിന്റെ താഴെ പ്രിഫേർഡ് കസ്റ്റമേഴ്സ് ഉണ്ടാകാം. അപ്പൊ അവര് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, അതായത് അസിസ്റ്റന്റ് മാനേജറിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 43 ആണ്, സൂപ്പർവൈസറിന്റെ 38 ആണ്. അപ്പൊ അവര് തമ്മിലുള്ള ഡിഫറൻസ് ആണ് 5. അതാണ് ഇവിടെ ഞാൻ 5 എന്ന് കൊടുത്തിരിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജറും അസിസ്റ്റന്റ് സൂപ്പർവൈസറും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ 8%ന്റെ ഡിഫറൻസ് ഉണ്ട് പ്രോഫിറ്റിൽ. അപ്പൊ അതാണ് ടീം ബോണസ് ആയിട്ട് ഇവിടെ 8% വരുന്നത്. ദെൻ പ്രിഫേർഡ് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള വ്യക്തികളുടെ കയ്യിൽ നിന്ന് 13%ഉം പ്രോഫിറ്റ് കിട്ടും. ദെൻ ഒരു മാനേജറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് 5% ആയിട്ട് ടീം ബോണസ് കിട്ടുന്നുണ്ട്. ദെൻ സൂപ്പർവൈസേഴ്സ് ടീമിൽ നിന്ന് ഒരു 10% കിട്ടുന്നുണ്ട്. അസിസ്റ്റന്റ് സൂപ്പർവൈസേഴ്സിന്റെ ടീമിൽ നിന്ന് 13% കിട്ടുന്നുണ്ട്. ദെൻ പ്രിഫേർഡ് കസ്റ്റമർ ടീമിൽ നിന്ന് ഒരു 18% കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് ടീം ബോണസ് ആയിട്ട് കിട്ടുന്നത്. ദെൻ അതിനുശേഷം അടുത്ത ഒരു ബോണസ് ആണ് റോയാലിറ്റി ബോണസ്.
അത് വേറെ ഒന്നുമല്ല, ഇപ്പൊ ഒരു മാനേജറിനെ സംബന്ധിച്ച് 6 ഫിഗർ ഇൻകം ഉണ്ടാവും. അദ്ദേഹത്തിന്റെ അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒപ്പം അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെയും മാനേജർ ആക്കുക എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഈ ഒരു മാനേജറിനെ സംബന്ധിച്ച് 48% നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഡൗൺ ലൈനിൽ അദ്ദേഹത്തിന്റെ ഒപ്പം പാർട്ട്ണറായിട്ടൊരു അസിസ്റ്റന്റ് മാനേജർ ഉണ്ട്. അപ്പൊ അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? മാനേജർക്ക് 48 ആണ്, ഇവിടെ കാണാൻ സാധിക്കും. മാനേജർക്ക് 48 ആണ്, അസിസ്റ്റന്റ് മാനേജർക്ക് 43 ആണ്. സോ ഈ അസിസ്റ്റന്റ് മാനേജറിന്റെ ടീമിൽ നടക്കുന്ന ബിസിനസിന്റെ 5% ആണ് മാനേജർക്ക് ടീം ബോണസ് ആയിട്ട് കിട്ടുന്നത്. ഇനിയിപ്പോ നമ്മുടെ കൂടെയുള്ള ഈ അസിസ്റ്റന്റ് മാനേജറും മാനേജറായി പ്രൊമോഷൻ കിട്ടി, രണ്ടുപേരും ഒരേ റാങ്കിലേക്ക് വന്ന്. അപ്പൊ അവിടെ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പൊ എന്ത് സംഭവിക്കും? സാധാരണ കമ്പനികളിൽ അവിടെ ഇൻകം സ്റ്റോപ്പ് ആവും, പൈസയൊന്നും പിന്നെ കിട്ടത്തില്ല. പക്ഷെ ഫോർ എവറിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. നേരത്തെ 5% ആണ് കിട്ടിക്കൊണ്ടിരുന്നത്, എന്നാൽ താഴെയുള്ള വ്യക്തിനെ നമ്മൾ സഹായിച്ച് അവരെയും വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ കിട്ടിയ പെർസെന്റേജിനേക്കാളും കൂടുതലായിരിക്കും കിട്ടുന്നത്. അതിനെ പറയുന്ന ഒരു പേരാണ് റോയാലിറ്റി ബോണസ്. 5% കിട്ടിയതിന് പകരം പിന്നീട് 6% ആയിരിക്കും. അതായത് നമ്മുടെ താഴെ വരുന്ന ഒരു മാനേജറിന്റെ കയ്യിൽ നിന്ന് അവിടെ നടക്കുന്ന ഹോൾ ബിസിനസിന്റെ ഒരു 6% ആയിരിക്കും. പെർസെന്റേജ് ചെറുതാണെങ്കിലും ഇൻകം വലുതായിരിക്കും. കാരണം ഒരു മാനേജറിനെ സംബന്ധിച്ച് എങ്ങനെ പോയാലും ഒരു ആവറേജ് 80 to 100 അല്ല 120 cc ഒക്കെ മന്ത്ലി ഉണ്ടാവും. ഇതിന്റെ ഒരു 6% എന്ന് പറയുമ്പോൾ തന്നെ 1 lakh above ഉണ്ടാവും. ദെൻ ആ മാനേജറിന്റെ താഴെ വേറൊരു പുതിയൊരു മാനേജർ വീണ്ടും ക്രിയേറ്റ് ആയി, അതായത് സെക്കൻഡ് ജനറേഷൻ. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു വ്യക്തിനെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്, ആ വ്യക്തി മാനേജറായി. ദെൻ ആ വ്യക്തി വഴി ടീമിലേക്ക് വേറൊരു വ്യക്തി വന്നിട്ടുണ്ട്, അവിടെ ആ വ്യക്തി മാനേജറായി. അപ്പൊ നമുക്ക് എന്താ നേട്ടം? അവിടെ നിന്ന് നമുക്ക് പെർസെന്റേജ് കിട്ടിക്കൊണ്ടിരിക്കും. സെക്കൻഡ് ജനറേഷൻ മാനേജറിന്റെ കയ്യിൽ നിന്ന് 3%, ടോട്ടൽ വോളിയത്തിന്റെ 3% ആയിരിക്കും കിട്ടുന്നത്. ദെൻ അതിന്റെ താഴെ ഒരു മാനേജർ വന്നു, അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ നടക്കുന്ന ടോട്ടൽ ബിസിനസിന്റെ 2% ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഈ ബോക്സിൽ നോക്കിയാൽ കാണാൻ പറ്റും ഡയറക്ട്ലി സ്പോൺസേർഡ് മാനേജർ. അത് വേറെ ഒന്നുമല്ല, ഇപ്പൊ നമ്മുടെ സ്പോൺസർ ചെയ്തേക്കുന്ന ഒരു മാനേജറാണ്, നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് ഒരു മാനേജർ ഉള്ളൂ. അപ്പൊ ഈ പറയുന്ന രീതിയിലായിരിക്കും ഇൻകം 6ഉം 3ഉം 2 ആയിരിക്കും. ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്പോൺസർ ചെയ്തേക്കുന്ന വേറെ പാർട്ട്നേഴ്സും മാനേജറായി, ഒരു 2 പേര് മാനേജറായി, 5 പേര് മാനേജറായി. 5 പേരായപ്പോ ആരാ? നമ്മുടെ റാങ്കിന്റെ പേര് സ്റ്റോറിംഗ് മാനേജറാണ്. ദെൻ 9 പേര് മാനേജറായി. അപ്പൊ നമ്മുടെ റാങ്കിന്റെ പേര് സഫയർ മാനേജർ ആവും. സഫയർ മാനേജർ ആകുമ്പോൾ പെർസെന്റേജ് വീണ്ടും ഇൻക്രീസ് ആവും. അതായത് ഫസ്റ്റ് ജനറേഷൻ 7% ആവും, ദെൻ സെക്കൻഡ് ജനറേഷൻ 4% ആവും, ദെൻ തേർഡ് ജനറേഷൻ 3% ആവും. അത് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാളും കൂടുതൽ കിട്ടാൻ തുടങ്ങും. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന 9 പേരെ ക്രിയേറ്റ് ആക്കി നമ്മൾ സഫയർ ആയി. ദെൻ വീണ്ടും നമ്മുടെ ലക്ഷ്യം എന്താണ്? വൺസ് നമ്മൾ മാനേജർ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരെയും മാനേജർ ആക്കുക എന്നുള്ളതാണ്. അവരെയും നമ്മളെ പോലെ ഒരു 6 ഫിഗർ ഇൻകം മേടിക്കുന്ന ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പൊ അവരെയും ഹെൽപ്പ് ചെയ്യുക, അവരെയും സഹായിക്കുക. അങ്ങനെ കൂടുതൽ മാനേജേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു 17 മാനേജേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ റാങ്ക് അങ്ങ് മാറി. അതായത് ഡയമണ്ട് സഫയർ എന്നുള്ള പേരിലേക്ക് മാറി. ഡയമണ്ട് സഫയറിനെ സംബന്ധിച്ച് വീണ്ടും പെർസെന്റേജ് കൂടി. 7 കിട്ടിയ സ്ഥാനത്ത് 8 ആയി, 4 കിട്ടിയ സ്ഥാനത്ത് 5 ആയി, 3 കിട്ടിയ സ്ഥാനത്ത് 4 ആയി. ദെൻ അതുപോലെ തന്നെ വീണ്ടും മാനേജേഴ്സിന്റെ എണ്ണം കൂടി, അതായത് ഒരു ഡയമണ്ട് ആയി. അത് 25 മാനേജേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു. അതായത് നമ്മളായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തിട്ടുള്ള 25 ആൾക്കാർ ഇങ്ങനെ മന്ത്ലി 6 ഫിഗർ മേടിക്കാൻ തുടങ്ങുമ്പോൾ, അവരൊക്കെ മാനേജർ ആകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ റാങ്കിന്റെ പേര് ഡയമണ്ട് മാനേജർ ആയിട്ടുണ്ടാവും. ഡയമണ്ട് മാനേജറിനെ സംബന്ധിച്ച് നല്ലൊരു ഇൻകം ആയിരിക്കും. നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. കാരണം കമ്പനി 25 എന്നൊക്കെ പറഞ്ഞാലും നോ ഐഡിയ. കാരണം ഓൾറെഡി ഉള്ള ഇപ്പൊ നിലവിലുള്ള ഡയമണ്ട് മാനേജറിന്റെ ഇൻകം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 CR അതിന് മേലെയാണ്. 25 ലക്ഷം എന്ന് പറഞ്ഞാൽ 1 കോടിക്ക് മേലേക്കാണ് ഡയമണ്ട് മാനേജർമാർ മേടിക്കുന്നത് മന്ത്ലി ഇൻകം. അപ്പൊ അങ്ങനെ വരുമ്പോൾ വീണ്ടും പെർസെന്റേജ് കൂടുതലാണ്. താഴെയുള്ള മാനേജറിന്റെ കയ്യിൽ നിന്ന് 9%, 6%, 5% ഒക്കെ കിട്ടാൻ തുടങ്ങും. ദെൻ മന്ത്ലി ഇൻകം കൂടാതെ നമുക്ക് വേറെയും കുറച്ച് ഇൻസെന്റീവ്സ് ഉണ്ട്. അതാണ് ഫോർഎവർ ടു ഡ്രൈവ്. ഫോർഎവർ ടു ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു കാർ പ്ലാൻ ആണ്. അതായത് നമ്മുടെ മാസവരുമാനം കൂടാതെ നമുക്ക് എക്സ്ട്രാ ഒരു ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. ഒരു എക്സ്ട്രാ കുറച്ച് പൈസ കൂടെ കമ്പനി തന്നുകൊണ്ടിരിക്കും. അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ടീമിൽ ഇപ്പൊ ഒരു 50 cc വന്നു ഒരു മാസത്തിൽ. ദെൻ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള അടുത്തൊരു മാസത്തിൽ ടീമിൽ മിനിമം ഒരു 100 cc വന്നു. ദെൻ അതിന്റെ അടുത്ത ഒരു മാസത്തിൽ ഒരു 150 cc വന്നു. അപ്പൊ എന്ത് സംഭവിക്കും? കാർ പ്ലാൻ ലെവൽ 1 ആക്ടിവേറ്റ് ആവും. അതായത്
നമ്മുടെ മാസ വരുമാനം കൂടാതെ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു 26,000 വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു 36 മാസത്തേക്ക് കിട്ടും. 36 മാസം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 3 കൊല്ലത്തേക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ദെൻ ലെവൽ 2 എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, മിനിമം ഒരു 70 cc. നമ്മുടെ ടീമിൽ ഒരു 70 cc ഒരു മാസത്തിൽ വരുന്നു. ദെൻ അടുത്തൊരു മാസത്തിലായിട്ട് മിനിമം ഒരു 150 cc വരുന്നു. ദെൻ അതിന്റെ അടുത്തൊരു മാസത്തിലായിട്ട് നമ്മുടെ ഹോൾ ടീമിൽ ഒരു 225 cc വരുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ലെവൽ 2 ആക്ടിവേറ്റ് ആയി. ദെൻ 39,000 വെച്ച് നമുക്ക് എക്സ്ട്രാ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. അതായത് നമ്മുടെ മന്ത്ലി ഇൻകം കൂടാതെ ഒരു എക്സ്ട്രാ 39,000 വെച്ച് 3 വർഷത്തേക്ക് കമ്പനി തന്നുകൊണ്ടിരിക്കും. ദെൻ അതുപോലെ തന്നെ ലെവൽ 3 അത് വേറെ ഒന്നുമല്ല, CC കുറച്ചും കൂടെ കൂടുതലാണ്. നമ്മുടെ ഹോൾ ടീമിൽ ഏതെങ്കിലും ഒരു ഫസ്റ്റ് മന്ത് ഒരു 100 cc വന്നു. ദെൻ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള അടുത്ത 2 മാസങ്ങളായിട്ട് ഒരു 200 cc-യും 300 cc-യും വരുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ 52,000 വെച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതായത് അടുത്തൊരു 36 മാസം നമ്മുടെ മാസ വരുമാനം കൂടാതെ ഓരോ മാസവും എക്സ്ട്രാ ഒരു 52,000 വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ 3 കൊല്ലത്തേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഈ 3 കൊല്ലം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? CC ആക്ച്വലി കുറയാനില്ലല്ലോ, CC കൂടിക്കൊണ്ടല്ലേ ഇരിക്കത്തുള്ളൂ. അപ്പൊ വീണ്ടും അടുത്ത ആക്ടിവിറ്റി ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള സാജിപ്പോൾ സാധനമൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ ഒരു 9 കൊല്ലങ്ങളായിട്ട് ബിസിനസ്സിലുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു 3 കൊല്ലം കാർ പ്ലാൻ ആക്ടിവേറ്റ് ആയി. 3 കൊല്ലം കഴിഞ്ഞു, 4-ാം കൊല്ലത്തിലായപ്പോ വീണ്ടും അടുത്ത ആക്ടിവേറ്റ് ആയി. അത് കഴിഞ്ഞപ്പോ വീണ്ടും അടുത്ത ആക്ടിവേറ്റ് ആയി. ഇതിങ്ങനെ ഓരോ വർഷവും അത് 3 കൊല്ലം കഴിയുമ്പോൾ അടുത്തടുത്ത് ആക്ടിവേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. കാരണം CC ഇവിടെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതനുസരിച്ച്. ആക്ച്വലി നിങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു പുതിയ കാര്യമായിരിക്കാം, കുറച്ച് ബിലീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കാം. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഡിസ്കവർ ചെയ്യുക, ശരിക്കും ഡിസ്കവർ ചെയ്യുക. നിങ്ങൾക്ക് ഡിസ്കവർ ചെയ്യാനായിട്ട് നിങ്ങൾ കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്പോൺസേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെ അവർ ആഡ് ചെയ്യും. ഞാൻ ആക്ച്വലി നമ്മുടെ ഒരു ഗ്രൂപ്പ് കാണിച്ചു തരാം. അതായത് നമ്മുടെ FE03 ഓൺടർപ്രണേഴ്സിന്റെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, ഇന്ത്യയിൽ നടക്കുന്ന ബിസിനസിന്റെ ഒരു പൊട്ടൻഷ്യലൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതിൻ്റെ അകത്ത് ഈ ഫോർവേഡ് ടു ഡ്രൈവിനെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ മന്ത്ലി വാങ്ങുന്ന ഇൻകം, അതായത് നമുക്ക് എല്ലാ മാസവും 15-ാം തീയതി ആയിരിക്കും നമുക്ക് ഇൻകം വരുന്നത്. അത് റിലേറ്റ് ചെയ്തിട്ട് എന്താ പറയാ, ഒരു 10-ാം തീയതി 12-ാം തീയതിയൊക്കെ ആകുമ്പോൾ നമുക്ക് മെയിൽ വരും, കമ്പനിയിൽ നിന്ന് ഒരു മെയിൽ വരും. അപ്പൊ ആ മെയിലിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടാവും എത്ര രൂപയാണ് വരുന്നതെന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയിലുള്ള ആൾക്കാർ, ഞാൻ പറഞ്ഞു നമുക്ക് മില്യണേഴ്സ് ക്ലബ് ഉണ്ട് ഇന്ത്യയിൽ. അതിനകത്ത് ഏകദേശം ഒരു 3,800+ ആൾക്കാർ ഓൾറെഡി മില്യണേഴ്സ് ആയിട്ട്, അതായത് മില്യണേഴ്സ് ക്ലബിൽ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ ഇവരെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ്, അതായത് FE03 ഓൺടർപ്രണേഴ്സ് എന്നുള്ള ടീമിന്റെ FB ഗ്രൂപ്പ്. ഇതൊരു പ്രൈവറ്റ് ഗ്രൂപ്പാണ്, ഹിഡൻ ഗ്രൂപ്പാണ്. നിങ്ങളുടെ സ്പോൺസേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ ആഡ് ചെയ്യും. സോ നിങ്ങൾക്ക് ഇതിന്റെ മെമ്പേഴ്സ് ആവാം. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡിസ്കവർ ചെയ്യാനും ഇവിടെ പറ്റും. ഇവിടെ ഇപ്പൊ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും, അതായത് ഒരു 23 വയസ്സുള്ള ഒരു ലേഡിയാണ്, ഹിമാചലിലുള്ള ഒരു വ്യക്തിയാണ്. ആക്ച്വലി എനിക്ക് പേഴ്സണലി അറിയാം, എൻ്റെ ഒരു ഫ്രണ്ടാണ്, അഞ്ജന എന്നാണ് ഈ ലേഡിയുടെ പേര്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ വേണമെങ്കിൽ പോയി സെർച്ച് ചെയ്യാവുന്നതാണ്. എല്ലാം ജെനുവിൻ ആയിട്ടുള്ള പീപ്പിൾ ആണ്. ഈ ലേഡീനെ സംബന്ധിച്ച് ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തിൽ ഇൻകം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഏപ്രിൽ മാസത്തിൽ ഒരു 1 lakh+ ഇൻകം ഉണ്ടായി. ദെൻ ജൂൺ മാസത്തിൽ 2 lakh ആയി. മെയ്യില് 1 lakh, ഏപ്രിലില് 1 lakh വന്നു, മെയ്യില് 2 lakh വന്നു. ദെൻ ജൂണില് അതിനേക്കാളും കൂടുതലുണ്ട്, 2.5 ഉണ്ട്. ഈ കമന്റ് ബോക്സിൽ ഞാൻ പിക്ചർ ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ കാണാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിൽ അഞ്ജന തന്നെ ഇട്ട പിക്കാണ്. ജൂണിൽ വന്ന ഇൻകം ആണ് കൊടുത്തിരിക്കുന്നത്, 2.5 lakh. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കവർ ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു ഗ്രൂപ്പിൽ മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ. നമ്മുടെ കേരളത്തിലുള്ള എൻ്റെ അപ്ലൈൻ ആയിട്ടുള്ള മാനേജറാണ് ജോൺ സാദ്. ബേസിക്കലി ഇദ്ദേഹം ഒരു ടൈലറാണ്, ഒരു സാധാരണ ഒരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു 6-7 കൊല്ലങ്ങളായിട്ട് മന്ത്ലി ഒരു 6 figure മേടിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഇൻകത്തിന്റെ സ്ക്രീൻഷോട്ടും കൊടുത്തിട്ടുണ്ട്. അതായത് മെയ് മാസം 2021 അദ്ദേഹം മേടിച്ചത് 1 lakh above ആണ്, 1,49,000 രൂപ. അതായത് നമ്മൾ ശ്രദ്ധിക്കണം, കൊറോണയാണ്, ആകെ എല്ലായിടത്തും ഇഷ്യൂസ് ആണ്. പക്ഷെ ആ ഒരു സമയത്തും നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ ഗ്രോയിങ് ആണ്. ഈ ഗ്രൂപ്പിൻ്റെ അകത്തുള്ള ഓരോ പോസ്റ്റുകളും നിങ്ങൾ നോക്കിക്കോളൂ.
പിന്നെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും പോയി സെർച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്പോൺസേഴ്സിനോട് ചോദിച്ചാൽ അവരും കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾക്ക് അതൊക്കെ വെച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ 4x2 ഡ്രൈവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. ഇത് ആക്ച്വലി 4x2 ഡ്രൈവ് ആണ്. ഈ വ്യക്തി 0064 നമ്പർ പ്ലേറ്റ് ഉള്ള ബെൻസ് കാറ് ആക്ച്വലി നമ്മുടെ 4x2 ഡ്രൈവ് ആണ്. ദെൻ അതുപോലെ തന്നെ താഴേക്ക് പോകുമ്പോൾ വേറെയും ഒരുപാട് ആൾക്കാരെ കാണാൻ സാധിക്കും. മന്ത്ലി ഇൻകം യങ്സ്റ്റേഴ്സ് ആണ്. നോർത്ത് ഇന്ത്യൻസിലുള്ള യങ്സ്റ്റേഴ്സ് ആണ്. ആക്ച്വലി സൗത്ത് ഇന്ത്യയിലൊന്നും ഇപ്പോഴും ഇതിനെപ്പറ്റി ഒരു ഓപ്പർച്യൂണിറ്റിനെ പറ്റി ആർക്കും അറിഞ്ഞിട്ടില്ല, അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അതായത് ഈ ഞാൻ പറഞ്ഞു മില്യണേഴ്സ് ക്ലബിൽ ഏകദേശം ഒരു 3800+ ആൾക്കാരുണ്ട്. ഇതിനകത്ത് സൗത്ത് ഇന്ത്യയിൽ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ കയ്യിലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ആരും അറിയത്തില്ല. ആക്ച്വലി എന്താ പറയാ, അറിഞ്ഞു വരുന്നേ ഉള്ളൂ. എല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ്. അവിടെയാണ് കൂടുതൽ ബിസിനസ് ഒക്കെ നടക്കുന്നത്. ഇവിടുത്തെ ആൾക്കാർ ആയിട്ടേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഇതൊരു കറക്റ്റ് ടൈമാണ്. ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും യങ്സ്റ്റേഴ്സ് 4x2 ഡ്രൈവ് കാർ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്ത പിള്ളേര്. ഇവിടെ കാണാൻ സാധിക്കും ഒരു 20 വയസ്സുള്ള ഒരു വ്യക്തി മന്ത്ലി ഇൻകം ആണ് 10 lakh+ ആണ്. അതായത് സഫയർ മാനേജർ ആണ്. അതായത് ഡയറക്റ്റ് ആയിട്ട് 9 മാനേജേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 10 lakh+ ഇൻകം ഉണ്ട് ആ വ്യക്തിക്ക്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ശരിക്കും ഡിസ്കവർ ചെയ്തോ. ഈ ഒരു സമയത്ത് ഈ ഒരു ഗ്രൂപ്പിൽ കയറി നോക്കിക്കോ, ഡിസ്കവർ ചെയ്തോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റയിൽ നോക്കിയാലും 4x2 ഡ്രൈവ് കാണാൻ പറ്റും. ഞാൻ 1-2 വ്യക്തികളെ കാണിച്ചു തരാം. നിങ്ങളുടെ സ്പോൺസേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരാണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്ത് തരും. അവരോട് ചോദിച്ചാൽ മതി, അപ്പൊ ഷെയർ ചെയ്ത് തരും. സോ അതൊക്കെ വെച്ച് നിങ്ങൾക്ക് ശരിക്കും ഡിസ്കവർ ചെയ്യാൻ പറ്റും ഇൻസ്റ്റയിൽ. ഇത് എത്രമാത്രം ഗ്രേറ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആക്ച്വലി ഈ വ്യക്തിയുടെ 4x2 ഡ്രൈവ് ആണ്. ഇത് ഇവിടെ കാർ നമ്പർ നോക്കിയാൽ കാണാൻ പറ്റും. PBC BMW ആണ് 64. ഇത് ഓംകാർ സിംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. 27 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ഒരു 6 വർഷങ്ങളായിട്ട് ഈ ഒരു ബിസിനസ് ആണ് ഇദ്ദേഹം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ടീമിലുള്ള ആൾക്കാരുടെയും കാറൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഇവരൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്പർ പ്ലേറ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു. നമ്പർ പ്ലേറ്റിന്റെ ഇവിടെ 64. ഇവിടെ താഴത്തെ ഇതാണെങ്കിലും 64 റേഞ്ച് റോവർ, അതും 64 ആണ്. കാരണം വേറെ ഒന്നുമല്ല, ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണേ. അതുകൊണ്ട് എടുക്കുന്ന വണ്ടികൾക്കെല്ലാം 64 ആണ് അവർ ഇടുന്നത്. ദെൻ വീണ്ടും താഴേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് 64 എന്നുള്ള നമ്പർ വെച്ചിട്ടുള്ള കാറുകൾ കാണാൻ പറ്റും. ഇതെല്ലാം തന്നെ അവരുടെ ടീമിലെ ഓരോ മെമ്പേഴ്സ് വാങ്ങുന്നതാണ്. എല്ലാം 4x2 ഡ്രൈവ് ആണ് ഇതെല്ലാം. മന്ത്ലി ഇൻകം 7 lakh+. ശ്രദ്ധിക്കണം, 2021 മാർച്ച്, അതായത് കോവിഡ് ആണ്, പാൻഡമിക് സിറ്റുവേഷൻ ആണ്. ഈ സമയത്തും മന്ത്ലി 7 lakh ഒക്കെയാണ് മന്ത്ലി ഏൺ ചെയ്യുന്നത് ഈ വ്യക്തികൾ. ആക്ച്വലി ഇതേപോലെ ഇൻസ്റ്റയിൽ കുറെ കാര്യങ്ങൾ നിങ്ങളുടെ സ്പോൺസേഴ്സിനോട് ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ അവർ ഷെയർ ചെയ്ത് തരും. നിങ്ങൾ ശരിക്കും ഡിസ്കവർ ചെയ്തോളൂ. ഈ ഒരു ട്രെയിനിങ്ങിന്റെ ഈ ഒരു പീരീഡിൽ തന്നെ ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയും ദെൻ യൂട്യൂബ് വഴിയൊക്കെ ശരിക്കും നോക്കിക്കോ. നിങ്ങൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനീനെ പറ്റി നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ദെൻ അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കണം. ദെൻ അതുപോലെ തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ആക്ച്വലി കാണിക്കാൻ ഉദ്ദേശിച്ചത് കാണാൻ സാധിക്കും എല്ലാം യങ്സ്റ്റേഴ്സ് ആണ്. എല്ലാവരും മന്ത്ലി ഒരു 6 figure 7 figure ഒക്കെ മേടിക്കുന്ന ആൾക്കാരാണ്. ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് 27 വയസ്സാണ്. ഇദ്ദേഹത്തിന്റെ ഫാദറിന്, സ്വന്തം അച്ഛന് ഒരു കാർ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. അതും 4x2 ഡ്രൈവ് ആണ്. ഇതൊക്കെ 4x2 ഡ്രൈവ് ആണ്. വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാം എടുത്തെടുത്ത് കാണിക്കുന്നത്. ഇതും ആക്ച്വലി അദ്ദേഹത്തിന്റെ ഒരു ടീം മെമ്പർ ആണ്. ഇതും 4x2 ഡ്രൈവ് ആണ്. നമ്പർ പ്ലേറ്റ് ആക്ച്വലി 64 വരാത്തതുകൊണ്ട് ടെമ്പററി രജിസ്ട്രേഷൻ ഇട്ടേക്കണേണ് അവര്. ഇതേപോലെ ശരിക്കും ഡിസ്കവർ ചെയ്തു. ദെൻ നമുക്ക് നമ്മുടെ തിരിച്ച് ഫയലിലേക്ക് വരാം. ദെൻ 4x2 ഡ്രൈവ് എന്ന ഒരു ഇൻസെന്റീവ് കൂടാതെ നമുക്ക് വേറെയും പല ഇൻസെന്റീവ്സ് ഉണ്ട്.
അതായത് നമുക്ക് എവറി ഇയർ ഒരു ഡൊമസ്റ്റിക് ട്രിപ്പ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. അതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏപ്രിൽ ടു മാർച്ച്, അതായത് 12 മാസം. ഈ ഒരു 12 മാസത്തിനുള്ളിൽ ഈ ലെവലിൽ ബിസിനസ് വന്നാൽ, ഒരു വർഷത്തിൽ ഈ ഒരു ലെവലിൽ ബിസിനസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വിത്ത് സ്പൗസ് കമ്പനിയുടെ ചെലവിൽ ഒരു ഡൊമസ്റ്റിക് ട്രിപ്പ് നമുക്ക് പോകാൻ സാധിക്കും. കഴിഞ്ഞ 6-7 വർഷങ്ങളായിട്ട് കേരളത്തിൽ നിന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ സാജിപ്പോൾ സാർ ആണെങ്കിലും ജോൺ സാറൊക്കെ ആണെങ്കിലും കഴിഞ്ഞ 6-7 വർഷങ്ങളായിട്ട് വിത്ത് സ്പൗസ് പോയിക്കൊണ്ടിരിക്കുന്ന ട്രിപ്പാണ് ഈ മാനേജേഴ്സ് റിട്രീറ്റ്. അതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലെവൽ 1 ഉണ്ട്, ലെവൽ 2 ഉണ്ട്, ലെവൽ 3 ഉണ്ട്. ലെവൽ 1 എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ഒരു 200cc നോൺ മാനേജർ 200cc വന്നം. ദെൻ ആ ഒരു പീരീഡിൽ 2 സൂപ്പർവൈസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം, ഒരു അസിസ്റ്റന്റ് മാനേജറിനെ ക്രിയേറ്റ് ചെയ്യണം. അതാണ് ലെവൽ 1ന്റെ ക്രൈറ്റീരിയ. ദെൻ ലെവൽ 2ന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആ ഒരു വർഷത്തിൽ ആ 12 മന്തിൽ ഒരു 300cc വന്നം. ദെൻ അതുകൂടാതെ ഒരു സൂപ്പർവൈസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. ദെൻ ഒരു രണ്ട് അസിസ്റ്റന്റ് മാനേജറിനെ ക്രിയേറ്റ് ചെയ്യണം. ദെൻ ലെവൽ 3യുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 400cc, അതായത് ഓരോ ലെവൽ അനുസരിച്ചും നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റി കൂടുതലായിരിക്കും, അതായത് ദിവസങ്ങൾ എണ്ണമൊക്കെ കൂടിക്കൊണ്ടിരിക്കും. അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. ലെവൽ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 400cc ആണ്, സൂപ്പർവൈസേഴ്സ് നിർബന്ധമില്ല. ദെൻ 3 അസിസ്റ്റന്റ് മാനേജേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം, അതായത് മന്ത്ലി ഒരു 50,000 to 80,000 ഒക്കെ ഏൺ ചെയ്യുന്ന 3 ആൾക്കാരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതായത് അവരെ സഹായിക്കണം, മറ്റുള്ളവരെ സഹായിക്കുന്നത് വഴി നമുക്കും ഇവിടെ വളരാൻ പറ്റും. ദെൻ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇൻസെന്റീവ് ആണ് ഈഗിൾ മാനേജർ റിട്രീറ്റ്. അതായത് എവറി ഇയർ നമുക്ക് ഒരു ഡൊമസ്റ്റിക് ട്രിപ്പും 2 ഇന്റർനാഷണൽ ട്രിപ്പും ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ അത് ഒരു ഇന്റർനാഷണൽ ട്രിപ്പാണ് ഈഗിൾ മാനേജേഴ്സ് റിട്രീറ്റ്. ഇതും കഴിഞ്ഞ 6-7 വർഷങ്ങളായിട്ട് കേരളത്തിൽ നിന്ന് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മെയ് ടു ഏപ്രിൽ, അതായത് മെയ് ടു ഏപ്രിൽ ഈ ഒരു പീരീഡ് 12 മാസം. ഈ 12 മാസത്തിലായിട്ട് ഒരു 720cc നമ്മുടെ ടീമിൽ ജനറേറ്റ് ചെയ്യണം, ടീമിൽ വരണം. അപ്പൊ നമുക്ക് വിത്ത് സ്പൗസ് ഫുൾ കമ്പനിയുടെ ചെലവിൽ നമുക്ക് ട്രിപ്പ് പോകാൻ സാധിക്കും, ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ സാധിക്കും. ദെൻ അതുപോലെ തന്നെ അടുത്ത ഒരു ഇൻസെന്റീവ് ആണ് ഗ്ലോബൽ റാലി. ഗ്ലോബൽ റാലി എന്ന് പറയുന്നത് ഒരു എവറി ഇയർ നടക്കുന്ന ഒരു ആനുവൽ ഇവന്റ് ആണ്. അതായത് കമ്പനിയുടെ ടേൺ ഓവറും പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ചെയർമാൻ ബോണസ് ഒക്കെ ഉണ്ട്, ആനുവൽ ബോണസ് ഒക്കെ കിട്ടും. അതൊക്കെ കൊടുക്കുന്നത് ഈ ഒരു ഇവന്റിൽ വെച്ചാണ്. അതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നതും അതും ഒരു വർഷത്തെ ഒരു പീരീഡ് ആണ്, 12 മാസം, ജാനുവരി ടു ഡിസംബർ. ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ ഹോൾ ടീമിൽ ഒരു 1500cc ജനറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലോബൽ റാലിക്ക് പോകാൻ സാധിക്കും. അതും കേരളത്തിൽ നിന്ന് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ സാജുപോൾ സാർക്ക് കഴിഞ്ഞ 6-7 വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. വിത്ത് സ്പൗസ് ഫുൾ കമ്പനി ചെലവിൽ പോകാൻ സാധിക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഇൻസെന്റീവ് ആണ് ചെയർമാൻസ് ബോണസ്. അത് വേറൊന്നുമല്ല, നമ്മുടെ കമ്പനിയുടെ ഗ്ലോബൽ ടേൺ ഓവറിന്റെ 3% ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷത്തെ ബിസിനസ് നോക്കിയിട്ടാണ് നമുക്ക് ഇതിന് ക്വാളിഫിക്കേഷൻ കിട്ടുന്നത്. ജാനുവരി ടു ഡിസംബർ ഈ ഒരു സമയത്ത്, ഈ ഒരു വർഷത്തിൽ 12 മാസത്തിലായിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ് നോക്കിയിട്ട് കമ്പനി തരുന്ന ഒരു ക്വാളിഫിക്കേഷൻ ആണ് ചെയർമാൻ ബോണസ്. കേരളത്തിൽ നിന്ന് സാജുപോൾ സാറൊക്കെ കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് അദ്ദേഹം ഈ വർഷവും കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചെയർമാൻ ബോണസ് ക്വാളിഫയർ ആണ്. ദെൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റേഷൻ ആണ്, എല്ലാം ഷോർട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, അതായത് ഒരു പ്രിഫേർഡ് കസ്റ്റമർ എന്നുള്ള റാങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ വ്യക്തിക്ക് എന്താ പറയാ മന്ത്ലി ഒരു 6,000 to 15,000 ഒക്കെ ഏൺ ചെയ്യാൻ സാധിക്കുന്നു. ആ വ്യക്തി അതായത് അവിടെ നടക്കുന്ന ബിസിനസ്, ആ വ്യക്തി വഴി നടക്കുന്ന ബിസിനസിന്റെ ഒരു 25% ആണ് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. ദെൻ ആ വ്യക്തി വൺസ് കൺസിക്യൂട്ടീവ് 2 മന്തിലോ അല്ലെങ്കിൽ 1 മന്തിലായിട്ടോ 2cc ക്വാളിഫിക്കേഷൻ വരുമ്പോൾ അസിസ്റ്റന്റ് സൂപ്പർവൈസർ ആവുന്നു. സോ അസിസ്റ്റന്റ് സൂപ്പർവൈസേഴ്സിനെ സംബന്ധിച്ച് പ്രോഫിറ്റ് കുറച്ചും കൂടെ കൂടി, പേഴ്സണൽ ഡിസ്കൗണ്ട് 35 ആയി. ദെൻ പ്രിഫേർഡ് കസ്റ്റമർ ബോണസ് 30% കിട്ടാൻ തുടങ്ങി. ദെൻ ടീം ബോണസ് 5%, അതായത് ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് 5% അവിടെ കിട്ടാൻ തുടങ്ങി. ദെൻ ഈ അസിസ്റ്റന്റ് സൂപ്പർവൈസറിന്റെ ടീമിൽ, അതായത് ആ വ്യക്തി ഒരുപാട് ആൾക്കാർക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ടാകാം, അവിടെ കൺസ്യൂമേഴ്സ് ഉണ്ടാകാം, പ്രൊസ്യൂമേഴ്സ് ഉണ്ടാകാം. അവിടെ ഹോൾ ടീമിൽ കൺസിക്യൂട്ടീവ് 2 മന്തിൽ ഒരു 25cc ബിസിനസ് വരുമ്പോൾ ഈ വ്യക്തി സൂപ്പർവൈസർ റാങ്ക് അച്ചീവ് ചെയ്യുന്നു. സൂപ്പർവൈസർ ആയിട്ടുള്ള ഗുണങ്ങൾ എന്താ? പേഴ്സണൽ ഡിസ്കൗണ്ട് 38 ആയി. പ്രിഫേർഡ് കസ്റ്റമർ പ്രോഫിറ്റ് അതായത് ഒരു 33% അവിടെ നിന്ന് കിട്ടാൻ തുടങ്ങി. ദെൻ അതുകൂടാതെ ടീം ബോണസ് ആയിട്ട് അസിസ്റ്റന്റ് സൂപ്പർവൈസറിന്റെ കയ്യിൽ നിന്നും പ്രിഫേർഡ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നും ഒരു 3%ഉം 8%ഉം ടീം ബോണസ് ആയിട്ട് കിട്ടാൻ തുടങ്ങി. ദെൻ പിന്നീട് ഒരു സൂപ്പർവൈസർ കൺസിക്യൂട്ടീവ് 2 മന്തിൽ 75cc ഹോൾ ടീമിൽ ഒരു 75cc ബിസിനസ് വരുമ്പോൾ
അസിസ്റ്റന്റ് മാനേജർ ആവുന്നു. അസിസ്റ്റന്റ് മാനേജറിനെ സംബന്ധിച്ച് പേഴ്സണൽ ഡിസ്കൗണ്ട് 43% ഉണ്ട്. പ്രിഫേർഡ് കസ്റ്റമറിന്റെ അവിടുത്തെ ബിസിനസ്സിൽ നിന്ന് 38% ഉണ്ട്. ദെൻ ടീം ബോണസ് ആയിട്ട് പ്രിഫേർഡ് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ടീം ബോണസ് വരും. അസിസ്റ്റന്റ് സൂപ്പർവൈസേഴ്സിന്റെ ടീമിൽ നിന്ന് ടീം ബോണസ് വരും. സൂപ്പർവൈസേഴ്സിന്റെ ടീമിൽ നിന്ന് ടീം ബോണസ് വരും. ദെൻ അങ്ങനെ 8ഉം 5 ഒക്കെ ആയിട്ട് അവിടെ നിന്നൊക്കെ വരുന്നു. ദെൻ അസിസ്റ്റന്റ് മാനേജർ കൺസിക്യൂട്ടീവ് 2 മന്തിൽ 120 അല്ലെങ്കിൽ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 4 മന്തിൽ ഒരു 150 cc ജനറേറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തി മാനേജർ ആവുന്നു. മാനേജറിനെ സംബന്ധിച്ച് എന്താ പറയാ, ശരിക്കും ഫോർ അവറിന്റെ കരിയർ ഇവിടെ സ്റ്റാർട്ട് ആവുന്നു. ഒരു 6 ഫിഗർ ഇൻകം ഒക്കെ സ്റ്റാർട്ട് ആവുന്നു. പിന്നീട് ആ വ്യക്തി അടുത്ത ലെവൽ എന്ന് പറയുന്നത് ആ വ്യക്തിന്റെ ഒപ്പം അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പാർട്ട്നേഴ്സിന് അവരെയും ഹെൽപ്പ് ചെയ്യുക, അവരെയും ഇങ്ങനെ ഒരു 6 ഫിഗർ മന്ത്ലി ഏൺ ചെയ്യുന്ന ലെവലിലേക്ക് വളർത്തി കൊണ്ടുവരിക. രണ്ടുപേരെ അങ്ങനെ മാനേജേഴ്സ് ആകുമ്പോൾ സീനിയർ മാനേജർ, ദെൻ 5 പേര് മാനേജർ ആകുമ്പോൾ സോറിംഗ് മാനേജർ, ദെൻ അങ്ങനെ ഒരു 25 പേരാകുമ്പോൾ ഡയമണ്ട്, ദെൻ 100 ആകുമ്പോൾ സെഞ്ചുറി. അങ്ങനെ നമുക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കും. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത് വഴി നമുക്കും വളരാൻ സാധിക്കും. മാനേജറിനെ സംബന്ധിച്ച് അവർക്ക് ലീഡർഷിപ്പ് ബോണസും റോയാലിറ്റി ബോണസും വേറെ ഒരുപാട് ഇൻസെന്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് എവറി ഇയർ 2 ഇന്റർനാഷണൽ ട്രിപ്പ് ക്വാളിഫൈ ചെയ്യാം, ഒരു ഡൊമസ്റ്റിക് ട്രിപ്പ് ക്വാളിഫൈ ചെയ്യാം, ദെൻ ഫോർവേഡ് ടു ഡ്രൈവ് അതായത് കാർ പ്ലാൻ ക്വാളിഫൈ ചെയ്യാം, ദെൻ ജംപ് ബോണസ് ക്വാളിഫൈ ചെയ്യാം, ദെൻ ചെയർമാൻ ബോണസ് അത് ക്വാളിഫൈ ചെയ്യാം. ഇതൊക്കെയാണ് ഫോർ അവറിന്റെ മാർക്കറ്റിംഗ് പ്ലാനിൽ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ആക്ച്വലി ഇപ്പൊ ഈ കേട്ട കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കണില്ല. എന്തായാലും കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾക്ക് വീണ്ടും ട്രെയിനിങ്സ് കിട്ടും, വീണ്ടും പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് എന്താ പറയാ, ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, വീണ്ടും പഠിക്കാൻ പറ്റും. എന്തായാലും ഏകദേശം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ആക്ച്വലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഫോർ അവറിന്റെ ശരിക്കുള്ള കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് മാനേജറിൽ നിന്നാണ്. കാരണം വേറെ ഒന്നുമല്ല, ഒരു 6 ഫിഗർ ഇൻകം വെച്ച് കിട്ടി തുടങ്ങും. ഒരു മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിൽ ഒരു ഫ്രീഡം അച്ചീവ് ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതുപോലെ തന്നെ ഒരു ടൈം ഫ്രീഡം ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഒരു നമ്മുടെ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. നമുക്കൊരു സെൽഫ് ഡെവലപ്മെന്റ് അതിനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതായത് നല്ലൊരു മനുഷ്യനാവാനുള്ള ട്രെയിനിങ് ഒക്കെയാണ് കമ്പനി ഇവിടെ നിന്ന് തരുന്നത്. അതായത് എങ്ങനെയെങ്കിലും ബിസിനസ് ഉണ്ടാക്കണം എന്നല്ല ഇവർ പറയുന്നത്. കമ്പനീനെ കുറിച്ചാണെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ചാണെങ്കിലും ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചാണെങ്കിലും റൈറ്റ് ഇൻഫർമേഷൻ മാത്രം ഷെയർ ചെയ്തുകൊണ്ട് മറ്റുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് വളരാനായിട്ടാണ് കമ്പനി ട്രെയിൻ ചെയ്യുന്നത്. ദെൻ പൈസയുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് എന്താ പറയുക, ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് മാനേജർ എന്ന് പറയുന്നത്. ദെൻ ഗ്ലോബൽ ട്രാവൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. റോയാലിറ്റി ബോണസിനുള്ള അവസരങ്ങളുണ്ട്. ആനുവൽ ബോണസ് ആയിട്ടുള്ള ചെയർമാൻ ബോണസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഫോർവേഡ് ടു ഡ്രൈവ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഓൺ ബോസ് ആണ് മാനേജർ എന്ന് പറഞ്ഞാൽ. നമുക്ക് തീരുമാനിക്കാം നമ്മുടെ വർക്ക് എപ്പോൾ ചെയ്യണം, എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ. ദെൻ അതുപോലെ തന്നെ പേഴ്സണൽ സക്സസ്, ദെൻ പീസ് ഓഫ് മൈൻഡ്, ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ള ആൾക്കാരെ സഹായിക്കാൻ പറ്റും. ദെൻ ഗ്ലോബൽ റാലി അതായത് ഇന്റർനാഷണൽ ട്രിപ്പ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. ഈഗൽ മാനേജർ അത് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാല് ഒരു ഒപ്റ്റിമൽ ഹെൽത്ത്, അതായത് നമ്മുടെ ലൈഫിൽ 5 ഏരിയാസിലുള്ള ഹെൽത്തിനെ പറയുന്നതാണ് ഒപ്റ്റിമൽ ഹെൽത്ത്. ഒന്ന് ഫിസിക്കൽ ഹെൽത്ത്, അതായത് ഇത്രയും നല്ല പ്രൊഡക്റ്റുകളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് അലോവേരയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫിസിക്കലി ഹെൽത്ത് നമുക്ക് ഗ്രോ ചെയ്യാം. ദെൻ അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു മേഖലയാണ് മെന്റൽ ഹെൽത്ത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആളുകളിലേക്ക് കൊടുത്തുകൊണ്ട്, അതായത് ഹെൽത്തും വെൽത്തും ഉണ്ടാക്കാൻ കഴിവുള്ള ഈ ഒരു അവസരം മറ്റുള്ള ആളുകൾക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് വളരാം. സോ മറ്റുള്ള ആൾക്കാർ വളരുന്നതിന്റെ ഒരു ഭാഗമാവുന്നത് വഴി നമുക്കൊരു മെന്റലി ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ തുടങ്ങും, ഒരു മെന്റൽ ഹെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഫൈനാൻഷ്യൽ ഹെൽത്ത്, അതായത് നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. വേൾഡിലെ തന്നെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബിസിനസ് ഓൺ എർത്ത് അല്ലെ ഗ്രേറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ വേൾഡ് എന്നൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അപ്പൊ ഫൈനാൻഷ്യലി നമുക്ക് വളരാൻ സാധിക്കും. ദെൻ നാലാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താ പറയാ, സോഷ്യൽ ഹെൽത്ത്. അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ സൊസൈറ്റി അംഗീകാരം തരാൻ തുടങ്ങും. സോ സോഷ്യൽ ഹെൽത്തും നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ദെൻ അഞ്ചാമത്തെ ഒരു കാര്യമാണ്, അഞ്ചാമത്തെ ഒരു മേഖലയാണ് സ്പിരിച്വൽ ഹെൽത്ത്. സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു റിലീജിയൻ ബേസ് ചെയ്തിട്ടുള്ളതല്ല, ഒരു നല്ലൊരു മനുഷ്യനാവാൻ, മറ്റുള്ള ആൾക്കാരെ സഹായിക്കാൻ, ആ ഒരു തരത്തിലേക്ക് നമുക്ക് വളരാൻ പറ്റും. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ സുനിൽ ഗുപ്ത എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ ചുമ്മാ ഐ ആം സുനിൽ ഗുപ്ത ഫോർ അവർ ലിവിങ് എന്ന് അടിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. അദ്ദേഹം എന്താ പറയാ, ഇന്ത്യയിലെ ഒരു ടോപ്പ് ലീഡറാണ്, ടോപ്പ് മനുഷ്യനാണ്. പക്ഷെ എന്താ പറയാ, ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ട്, ഒരുപാട് ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് പിള്ളേരെ പഠിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ലൊരു മനുഷ്യനാവാനുള്ള ആ ഒരു കാര്യത്തിനെയാണ് ഞാനിവിടെ സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞ ഈ ഒരു 5 മേഖല അതാണ് ഒപ്റ്റിമൽ ഹെൽത്ത്. ഇത് നമ്മുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് മാനേജർ. അപ്പൊ എനിവേ എന്താ പറയാ,
നിങ്ങളെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും വന്നിരിക്കുന്ന മെമ്പേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ഈ ഒരു സമയത്ത് ഡിസ്കവർ ചെയ്യുക, ട്രെയിനിങ് എല്ലാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. ഫോർ എവറിന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ നമ്മുടെ FP03 ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആവാം. പിന്നെ ഈ പ്രൊഡക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രെയിനിങ്സ് ഒക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ വേറെയും ഒരുപാട് അവസരങ്ങളുണ്ട്. കാരണം ഞാൻ നമ്മുടെ കമ്പനിയുടെ തന്നെ ഒഫീഷ്യൽ ട്രെയിനിങ്സ് കാണിക്കാം. കമ്പനിയുടെ ഒഫീഷ്യൽ ട്രെയിനിങ് ആണ്. അതായത് ഫേസ്ബുക്കിന്റെ അകത്ത് ഫോർ എവർ ലിവിംഗ് ഇന്ത്യ ഒഫീഷ്യൽ ട്രെയിനിങ് എന്ന ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അത് നിങ്ങളുടെ സ്പോൺസേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലൊക്കെ ആഡ് ആവാൻ സാധിക്കും. പ്രൈവറ്റ് ഗ്രൂപ്പാണ്. ഇതെല്ലാം ഡെയിലി ട്രെയിനിങ്സ് ഒക്കെ ഉള്ള ഗ്രൂപ്പുകളാണ്. അപ്പൊ ഇവിടെ നിന്നൊക്കെ കമ്പനീനെ കുറിച്ചും പിന്നെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പഠിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ പോയാലും നമുക്ക് അവിടെ നിന്നും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. ദെൻ ഈ ഒരു പ്രോഗ്രാം റിലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് തരണമെന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ആക്ച്വലി ഞാനും നിങ്ങളെപ്പോലെ പാർട്ട് ടൈം എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. പിന്നീട് ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നീട് ഞാൻ ഒരു ഫുൾ ടൈം ഇൻകത്തിലോട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഫുൾ ടൈം ഇൻകം ഏൺ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ദൈവാനുഗ്രഹം കൊണ്ട് ഇന്നിപ്പോ ഈ നിലയിലെത്തി. അതായത് 2021 മെയ് മാസത്തിൽ അസിസ്റ്റന്റ് മാനേജർ റാങ്ക് അച്ചീവ് ചെയ്തു. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഹൈലൈറ്റിൽ പോയാൽ കാണാൻ സാധിക്കും. അസിസ്റ്റന്റ് മാനേജർ അച്ചീവ് ആയി. ടീമിൽ ഒരുപാട് ആൾക്കാർ മന്ത്ലി എന്താ പറയാ നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ അന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞത് കൊണ്ട് ഞാനൊരു പാർട്ട് ടൈം എന്നുള്ള രീതിയിൽ പറഞ്ഞെങ്കിലും പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാല് എനിക്കും വളരാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകൾക്കും ഒരുപാട് വളരാൻ പറ്റി. മെയ് 2021 അസിസ്റ്റന്റ് മാനേജറായി. ദെൻ 2021 ജൂൺ മാസത്തിൽ മാനേജറുമായി. ദൈവാനുഗ്രഹം കൊണ്ട് മാനേജറുമായി. എന്റെ ആദ്യത്തെ മാസത്തെ ജൂണിലെ ഇൻകം തന്നെ 1.5 lakhs ഉണ്ടായി. ദെൻ മന്ത്ലി 6 figure ഇൻകം വെച്ച് കിട്ടാൻ തുടങ്ങി. അപ്പൊ എന്താ പറയാ നല്ലൊരു കാര്യം ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വളരാം. എല്ലാവരെയും ഞാൻ എന്താ പറയുക ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് ക്ഷണിക്കുന്നു. പാർട്ട് ടൈം ആയിട്ടാണെങ്കിലും ഫുൾ ടൈം ആയിട്ടാണെങ്കിലും നിങ്ങൾ ഈ ഒരു സമയത്ത് ശരിക്കും ഇതിനെ കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ശരിക്കും ഡിസ്കവർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ എനിവേ ഇത്ര നേരം കേട്ടിരുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ദെൻ ഗുഡ് ബൈ. താങ്ക് യു.